ഓക്കെ സർ. പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, നമ്മുടെ സഹകരണ മേഖലയിലെ കൂട്ടായ്മയായിട്ടുള്ള സഹകരണ വീക്ഷണത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇത് രൂപീകൃതമായിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. അപ്പം 37ാമത് വെബിനാറാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുന്നത്. സഹകരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും മറ്റു സഹകരണ ജീവനക്കാർക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട്, സ്വതന്ത്ര പ്ലാറ്റ്ഫോമായിട്ട് ആണ് സഹകരണ വീക്ഷണത്തിന്റെ നാളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ തുടർന്നും ആ ഒരു പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സഹകരണ വീക്ഷണം കൂട്ടായ്മ ഇങ്ങനൊരു കേരളത്തിൽ തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണെങ്കിൽ പോലും അതിന്റെ 1ാമത് വാർഷികം നമ്മൾ ആലപ്പുഴയിൽ വെച്ച് നവംബർ 8, 9 തീയതികളിൽ ആഘോഷിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഈ കൂട്ടായ്മ എത്രമാത്രം ശക്തമാണ്, ഇതിന്റെ സ്വീകാര്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പം അത് ആനുകാലികമായ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുക എന്നത് സഹകരണ വീക്ഷണത്തിന്റെ സഹകരണ മേഖലയിലെ ഇടപെടലുകളുടെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനം, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്പർ 1 സഹകരണ സ്ഥാപനമായ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്, ഇന്നലെ വരെ ബാങ്ക് എന്ന പദം അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഭേദഗതിയിലൂടെ അവർക്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് സൊസൈറ്റി എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കാം. നമുക്കറിയാം അവരുടെ ബിസിനസ് രീതികളും അവർ നടത്തുന്ന ഇടപെടലുകളും എല്ലാം ആ സ്ഥാപനത്തിന് എത്രമാത്രം ഗുണകരമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നമുക്കറിയാം ആ പേരുമാറ്റം കൊണ്ട് സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അവരുടെ അംഗങ്ങൾക്കും അവരുടെ ആ സ്ഥാപനത്തിനും ഗുണകരമാകുന്ന കുറച്ചേറെ കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും അതെന്തൊക്കെയാണ് എന്ന് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇത് ശരിയാണോ എന്ന ചോദ്യമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു വിഭാഗം ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പം ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഈ ചർച്ച മാറത്തക്ക രീതിയിലാണ് സഹകരണ വീക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം നൽകുന്ന നമ്മുടെ ടീം അധ്യക്ഷമായിട്ടുള്ള ശ്രീ മുല്ലശ്ശേരി സാറാണ്. സാർ ഇതിന്റെ ഈ വെബിനാറിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. എങ്ങനെയാണ് അതിന്റെ ചർച്ച കൊണ്ടുപോകുന്നതിനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് നമ്മളെ അറിയിക്കും. ഓക്കെ, അപ്പം ശ്രീ സാറിനെ ഈ വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാലിക്കറ്റ് സിറ്റി ബാങ്കിന്റെ MD-യും സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ അഡ്മിൻ കൂടിയായിട്ടുള്ള ജനറൽ മാനേജർ സാജു ജെയിംസ് സാറാണ്. സാജു സാറിനെ മറ്റ് മുഖവരയുടെ ഒരു ആവശ്യവുമില്ലാതെ അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാക്സ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ശ്രീ രാജലാൽ സാർ, രാജലാൽ സാർ ഈ വെബിനാറിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്, തുടർന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹനീഫ പെരിഞ്ചാരി സാറ്, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ സെക്രട്ടറി സെന്ററിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മക്കരപ്പറമ്പ് SCBയുടെ 29 വർഷക്കാലത്തോളം സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുകയും NCDC ഉൾപ്പെടെ മികച്ച ചീഫ് എക്സിക്യൂട്ടീവിനുള്ള അവാർഡ് സ്ഥാപനത്തിനും, ദേശീയ അവാർഡുകൾ നിരവധി തവണ സ്ഥാപനത്തിനും ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ അദ്ദേഹത്തിനും കിട്ടിയിട്ടുള്ള ഒരു സഹകാരിയാണ്. അദ്ദേഹത്തെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹകരണ വീക്ഷണം സഹയാത്രികൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബിജു പരവത്ത് സാർ, നമ്മുടെ മാതൃഭൂമിയുടെ സീനിയർ റിപ്പോർട്ടറാണ്. ഈ വെബിനാറിൽ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ബിജു പരവത്തിനെയും ഈ വെബിനാറിലേക്ക് സഹകരണ വീക്ഷണം കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്.
അരുണ, ഞാൻ എടുത്തോട്ടെ? ഓക്കെ സാർ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സഹകരണ വീക്ഷണത്തിന്റെ 37ാമത്തെ വെബിനാറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ചും റെലവെന്റ് ആയ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ നമ്മൾ എല്ലാ കാലത്തും നടത്താറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ചയും ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം അതിനൊരു ഉപോത്പാദകമായ കാര്യം നമ്മുടെ കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവ് ബാങ്ക് 2023 അവരുടെ അമെന്റ്മെന്റിൽ സിറ്റി ബാങ്ക് എന്നുള്ള പദം ഉപേക്ഷിക്കുകയും അത് സൊസൈറ്റി എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവര് 2020 വന്ന ബാങ്കിങ് റെഗുലേഷൻ അമെന്റ്മെന്റിനെ പിന്തുടർന്നാണ് അവർ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു തീരുമാനം അവർ JR അയക്കുകയും 2 വർഷക്കാലം JR ആ ഒരു തീരുമാനം എടുക്കാതെ വെക്കുകയും കഴിഞ്ഞ ദിവസം അതിലൊരു തീരുമാനം എടുത്തുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം ബാങ്ക് എന്ന പദം മാറ്റി സൊസൈറ്റി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നൊരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ പേര് മാറ്റണ്ട എന്ന് നമ്മുടെ പാക്സ് അസോസിയേഷന്റെ രേഖാമൂലമായിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മുടെ കേരളത്തിലെ എല്ലാ സഹകാരികൾക്കും പാക്സ് അസോസിയേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 സെനാരിയോ ആണ് ഉള്ളത്. അപ്പൊ സെനാരിയോയില് എന്താണ് സഹകാരികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ ചർച്ചയിലേക്ക് നമുക്കിന്ന് കിടക്കാം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട്, ഈ ചർച്ചയുടെ മുന്നോടിയായിട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. 1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് പ്രകാരമാണ് നമുക്ക് ഈ പാക്സുകൾക്ക് ഇതിനുള്ള ഒരു എക്സംഷൻ ഉണ്ടായിരുന്നത്. 1966 അമെന്റ്മെന്റ് ആണ്. ആ അമെന്റ്മെന്റിൽ ആണ് പാക്സുകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളത്. അതായത് സെക്ഷൻ 3 ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൾ അപ്ലൈ ടു എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, എ കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഓർ എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദി എക്സ്റ്റെന്റ് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ എന്നാണ്. ഇതായിരുന്നു 1966 നിലവിൽ വന്ന 65 അമെന്റ്മെന്റ് ആണ് 66 നിലവിൽ വന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലുള്ള സെക്ഷൻ 3 പറയുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് അതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് നമ്മൾ 65 ശേഷം കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് പാക്സുകൾക്ക് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമല്ല എന്നുള്ള കൃത്യമായ ആക്ടിലുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അതിനുശേഷമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘങ്ങൾക്കൊക്കെ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അത് നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു തുടർന്ന് വന്നതിൽ 2012 ഒരു അമെന്റ്മെന്റ്, 2012 ഒരു ബാങ്കിങ് റെഗുലേഷൻ അമെന്റ്മെന്റ് വന്നു. ആ അമെന്റ്മെന്റിൽ 2012 അമെന്റ്മെന്റിൽ വരുന്നത് ഈ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾ 3 മാസത്തിനകം ലൈസൻസ് നേടിയിരിക്കണം എന്നുള്ള ഒരു ക്ലോസ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ ക്ലോസ് വരുന്നത് 2012. അതിൽ തുടർന്ന് കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. ആ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചതിൽ കോഴിക്കോട് സിറ്റി ബാങ്ക് അടക്കം തെങ്ങിപ്പുഴ റൂറൽ ബാങ്ക് ഒരു ഏകദേശം 10-15ഓളം ബാങ്കുകൾ കേരളത്തിൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷെ ആ അപേക്ഷ RBI സ്ക്രൂട്ടിനി ചെയ്ത്, സിൻസ് യു ആർ നോട്ട് കമ്മിങ് അണ്ടർ ദ പർവ്യൂ ഓഫ് RBI, യുവർ അപ്ലിക്കേഷൻ ഈസ് നോട്ട് കൺസിഡറബിൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു അപേക്ഷകൾ റിജക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയുകയാണ്. അങ്ങനെ തുടർന്ന് 2020 അമെന്റ്മെന്റ് വരികയാണ്. 2020 അമെന്റ്മെന്റിൽ ഒന്നും കൂടി ഞാൻ അമെന്റ്മെന്റ് എല്ലാവർക്കും കൂടി വേണ്ടി വായിക്കാം. അപ്പൊ അതിന്റെ അമെന്റ്മെന്റിൽ എങ്ങനെയാണ് പറയുന്നത്: നോട്ട് എനിത്തിങ് കണ്ടെയ്ൻ in 81, this act shall not apply to a primary agriculture credit society, or B, a cooperative society whose primary object and principal business is providing of long-term finance for agricultural development. അതായത് ADBയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. If such ഒരു കണ്ടീഷണൽ കൂടി പറഞ്ഞിട്ടുണ്ട്: if such society does not use a part of its name, its business, the word bank, banker or bank, and does not act as a drawee of check. ഇങ്ങനെയാണ് 2020 മാറ്റം. 2020 വന്നിട്ടുള്ള ഈ മാറ്റത്തെ തുടർന്നാണ് കോഴിക്കോട് സിറ്റി ബാങ്ക് ഈ പേര് മാറ്റിയിട്ടുള്ളത്. അപ്പം കോഴിക്കോട് സിറ്റി ബാങ്കിലെ സാജു സാറ് ഇതിനെ കുറിച്ചിട്ട് അവരുടെ ഒരു വേർഷൻ ആദ്യം തന്നെ നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സാജു സാർ.
എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലേ? ഓക്കെ. നമ്മുടെ ഇതിന്റെ ലീഗൽ വശങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീ സാറ് മോഡറേറ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കൂടുതലൊന്നും നമുക്ക് അതിനകത്ത് ലീഗലി പറയേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ ക്ലോസ് ആണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. 2020 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിട്ടുള്ള ഒരു അമെൻമെന്റ്. അതില് വളരെ കൃത്യമായിട്ടും പറയുകയാണ്. ആ 2020 മുമ്പുള്ള അമെൻമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആക്ട് ടു അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസ് എന്ന് പറഞ്ഞിട്ട് പറയുക. നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആൻഡ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദി എക്സ്റ്റെന്റ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5. ഈ 3 വകുപ്പിൽ വരുന്ന ആളുകൾക്ക് BR ആക്ട് ബാധകമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഈ പറയുന്ന പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന നിലയിൽ ഇതുവരെ ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ശ്രീ ചന്ദ്രശേഖരൻ നായർ സാറ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം RBIയുടെ ഡയറക്ടർ കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ഈ ബാങ്ക് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ അധികം സംസ്ഥാനങ്ങളൊന്നും ഈ ബാങ്ക് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ കൂടിയും ബാങ്ക് എന്നുള്ള വാക്ക് അവരുടെ പേരോട് കൂടി ഉപയോഗിക്കുന്നില്ല. പക്ഷെ കേരളം അതിന്റെ സാധ്യതകൾ കണ്ടുകൊണ്ട് അന്ന് ഒരുപക്ഷെ ബാങ്ക് എന്ന് വെച്ച് ആ വാക്ക് ആ സമയത്ത് ആവശ്യമായിരുന്നിരിക്കാം. ആളുകൾക്ക് ഒരു വിശ്വാസ്യതയുടെ ഒരു വിഷയമായിരിക്കാം. ആ ബാങ്ക് എന്നുള്ള വാക്ക് പേരിനോട് കൂടെ വരുന്നതോടുകൂടി നമ്മുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്ന് കണ്ടിട്ടായിരിക്കാം ബാങ്ക് നമ്മുടെ പേരിനോടൊപ്പം ചേർന്നു. RBI ലൈസൻസ് ഇല്ലാതെ നമ്മൾ ബാങ്ക് ഉപയോഗിച്ചു വന്നു. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BR ആക്ട് പ്രകാരം അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒബ്ജക്ഷനുമാർക്കും പറയാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ 2020 അമെൻമെന്റിൽ ആ സ്ഥിതി മാറുവാണ്. 2020 അമെൻമെന്റ് വന്ന സമയത്ത് എന്താണ് വരുന്നത്? അവിടെ പറയുന്നത് notwithstanding anything contained in the National Bank for Agriculture and Rural Development Bank Act, this act shall not apply to a primary agricultural society or semicolon itto, or B, a cooperative society whose primary object and principal business is providing of long-term finance for agricultural development. എന്നിട്ട് പറയുകയാണ്, if such a society does not use as part of its name or in connection with its business the words bank, banker or banking and does not act as drawee of checks. അപ്പൊ ഇപ്പോഴും നമുക്ക് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ എല്ലാ പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. ഒറ്റ കണ്ടീഷനും കൂടെ എന്നത്തേക്ക് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്നുള്ള വാക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. ഒപ്പം ചെക്കുകളുടെ ഡ്രോയി ആയിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാ പറയുന്നത്. നമുക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യാമെന്നാ പറയുന്നത്. ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ മെമ്പർമാരുമായിട്ടുള്ള ബിസിനസ് എന്നാണ്. പക്ഷേ ആയിരിക്കാം ഈ പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റിക്ക് ഈ പറയുന്ന ബാങ്കിങ് ബിസിനസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ? എന്താണ് ബാങ്കിങ് ബിസിനസ്? ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കാം. അവിടെ മെമ്പർ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവും നമുക്ക് പറയാൻ സാധിക്കില്ല. ആ പബ്ലിക്കിന്റെ ഒരു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മെമ്പർമാർ എന്ന് പറയുന്നത് പാവപ്പെട്ട കർഷകരാണ്. ആ കർഷകർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കർഷകരുടെ അടുത്ത് തന്നെ ആ മെമ്പർമാരായിട്ടുള്ള കർഷകരുടെ അടുത്ത് തന്നെ പണം സ്വരൂപിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കാം അന്നത്തെ ആ വലിയ വിഷണറീസ് അവിടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഒരു ടാക്സിന് ചെയ്യാം എന്ന് കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ അവിടെ മെമ്പർമാരല്ലെങ്കിലും പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലായി. ഞാനൊരു നിയമവിദഗ്ധനൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു പഠനവും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റില് അവിടെ ബാങ്കിങ് ബിസിനസ് ഒരു ടാക്സിന് ചെയ്യാം. അതിനൊരു കണ്ടീഷനും ഇല്ലായിരുന്നു. ഒരു ടാക്സ് ആയാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ 2020 ഈ അമെൻമെന്റ് വന്നതോടുകൂടി ഇങ്ങനെ ഒരു കണ്ടീഷൻ അടുത്തേക്ക് വരികയാണ്.
അപ്പൊ ആ ഒരു കണ്ടീഷൻ വന്നു എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവിടെ ബാങ്കിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ പേര് മാറ്റുവാൻ വേണ്ടി അന്ന് മുതൽ ഈ 2020 ഈ അമെൻമെന്റ് വന്നപ്പോൾ മുതൽ ഉള്ള ഡിസ്കഷൻ ആയിരുന്നു ഈ പേര് മാറ്റുന്നതിനെ കുറിച്ച്. ലാസ്റ്റ് നമ്മളത് തീരുമാനം എടുക്കുന്നത് 2023 ജനറൽ ബോഡിയിലാണ് ഈ തീരുമാനം. അതായത് ബാങ്കിന്റെ പേര് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം വരുന്നത് ഈ 2023 ജനറൽ ബോഡിയിലാണ്. ഈ 2023 ഞങ്ങൾ റെസൊല്യൂഷൻ പാസ് ചെയ്ത് ബൈലോ അമെൻമെന്റ് കൊടുത്തത് പാസ്സായി വരുന്നത് ഈ 2025 ഒക്ടോബർ 9 അതിനെ തുറന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ള വാർത്തകൾ, അതുപോലെ മറ്റ് നമ്മുടെ ചർച്ചകളൊക്കെ ഉരുത്തിരിയുന്നത് അവിടെ മുതലാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ചില ചർച്ചകൾ, അതായത് പ്രത്യേകിച്ചും പാക്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഇതുമായിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നമുക്ക് സെക്രട്ടറി സെന്ററിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഹരീഫ പെഞ്ചേരിയോടാണ് സംസാരിക്കുന്നത്. അപ്പം സർ, സാജി സാർ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ്. സാറ് പറയുന്നത് 2020 അമെൻമെന്റോട് കൂടി ആ ഒരു ടാക്സുകൾക്കുള്ള എക്സംഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. സാറിന്റെ വേർഷൻ പറയാം. എന്റെ വേർഷൻ പറയാം. എന്തായിരുന്നാലും ഇങ്ങനെ സഹകരണ വീക്ഷണം ഇങ്ങനെ ഈ കറണ്ട് അഫയേഴ്സ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ സംഘടിപ്പിച്ചതിന് സഹകരണ വീക്ഷണം അഡ്മിനെയും അതിന്റെ ബന്ധപ്പെട്ട സാരഥികളെയും അഭിനന്ദിക്കുകയാണ്. ശ്രീജിത്ത് മുല്ലശ്ശേരി, അതുപോലെ തന്നെ സുഹൃത്ത് സാജു ജെയിംസ്, അരുൺ, മറ്റുള്ളവരൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു വേർഷൻ എന്നല്ല, നമ്മളെപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു നിയമത്തിനും ചട്ടത്തിനും രജിസ്ട്രാർഡ് സർക്കുലറിനും അതുപോലെ തന്നെ അതാത് കോടതി വിധികൾക്കൊക്കെ വിധേയമായിട്ടാണ്. അപ്പോ ഇവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് സാജു പറഞ്ഞു, അതുപോലെ തന്നെ ശ്രീജിത്തും പറഞ്ഞത് 2020 ബാങ്കിങ് നിയന്ത്രണ നിയമ ഭേദഗതിയോടനുബന്ധിച്ചു വന്ന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ അഭിമാനം കൊണ്ടിരുന്ന കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും വലിയ 1600 കോടി, ചിലപ്പോൾ ഫിഗർ വ്യത്യാസം, 1600 കോടി നിക്ഷേപവും അത്ര കണ്ട് വായ്പയുമുള്ള ഒരു ബാങ്ക് 2023 തൊട്ട് പ്രത്യേകിച്ച് ജൂബിലി വർഷം കൂടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സഹകരണ സംഘം നമ്മളൊക്കെ വളരെ മിറാക്കിളായിട്ടുള്ള അഭിവൃദ്ധിയിൽ വന്ന് അത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് അഭിമാനത്തോടു കൂടി നമ്മളൊക്കെ സഹകാരികൾ, നമ്മളതിൽ ഉപ്പും ചോറും തിന്ന് വളർന്ന ആളെന്ന നിലയ്ക്ക് അഭിമാനത്തോട് കൂട്ടുന്ന ബാങ്ക് ഒരു സുപ്രഭാതത്തിൽ ഈ ഭേദഗതിയെ തുടർന്ന് പേര് മാറ്റുക. അത് ആ പേര് മാറ്റുന്നത് തീർത്തും സാജു ജനറൽ മാനേജർ ഉണ്ട്, അത് അവരുടെ വ്യക്തിപരമാണ്, അവരുടെ ബോർഡിന്റെ തീരുമാനമാണ്. അത് അവർക്ക് നല്ലതാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിനോട് ചുവട് വെച്ചുകൊണ്ട് നമ്മളെ കേരളത്തിലെ 1600-ലധികം സർവീസ് സഹകരണ ബാങ്കുകൾ പേര് മാറ്റേണ്ടതുണ്ടോ എന്ന ഒരു പ്രസക്തമായ ചോദ്യമാണ് നമ്മൾക്ക് മുമ്പിലുള്ളത്. അപ്പോ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നിയമപരമായ ഞാൻ മനസ്സിലാക്കിയ എന്റെ ബോധ്യത്തിനുള്ള ഒരു കാര്യം പറയാം. നേരത്തെ BR ആക്ട് ഇവിടെ പറഞ്ഞു, അത് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. 2021 ബാങ്ക് നിയന്ത്രണ നിയമത്തിൽ വന്ന 3-ാം വകുപ്പിൽ വന്നിട്ടുള്ള ഭേദഗതി 1949 കമ്പനീസ് ആക്ട് ആയിട്ട് BR ആക്ട് ഉണ്ടാവുമ്പോഴും 1965 മാറുമ്പോഴും 66 അത് പ്രാബല്യത്തിൽ വരുമ്പോഴും 2020 വരുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ ഭേദഗതികളും ഇടപെടലുകളും ഒക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പുറകോട്ട് പോകുന്നില്ല. പക്ഷെ 2020 നമ്മുടെ മുമ്പിൽ പ്രസന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ആ 3-ാം വകുപ്പിൽ വരുത്തിട്ട ഭേദഗതി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ പേര് പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നു അത് പ്രതികൂലമായി ബാധിക്കുന്നില്ല. പിന്നെ പേര് മാറ്റിയത് എന്തുകൊണ്ടാന്നുള്ള പ്രിയപ്പെട്ട സാജു ജെയിംസ് ഒന്നും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. അത് പറയാനുള്ള കാരണം എന്താണ്? 26/6/2020 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ബാങ്ക് ലൈസൻസിലെ 3-ാം വകുപ്പ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ പ്രൈമറി സെക്ഷൻ 3 പറയുന്നത് ആക്ട് നോട്ട് അപ്ലൈ ടു certain cooperative societies, notwithstanding anything contained in the National Bank for Agricultural and Rural Development Act 1981, 6(1) of 81. This act shall not apply to 1. A primary agricultural credit society. സെമിക്കോളം എന്ന് പറഞ്ഞ ഒരു അർദ്ധവിരാമം തൊട്ടുണ്ട്.
നിയമം പഠിച്ചവരും പണ്ഡിതരുമായ ആളുകൾ, ഞാൻ നിയമ പണ്ഡിതമെന്നല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ ചില അനുഭവങ്ങൾ വെച്ച് പറയാം. സെമി കോളത്തിന്, അർദ്ധവിരാമത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് കോടതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം. അതിൽ ഓർ എന്ന് പറയുന്നത് ആൻഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഓർ ബി എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് പ്രൈമറി ഒബ്ജക്ട്സ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് ടു പ്രൊവൈഡിംഗ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. പിന്നീട് നെക്സ്റ്റ്, ഇഫ് സച്ച് സൊസൈറ്റി, നമ്മൾ എപ്പോഴും അത് വ്യാഖ്യാനിക്കുമ്പോൾ നിയമ വ്യാഖ്യാനമാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഇഫ് സച്ച് സൊസൈറ്റി എന്നാണ്, ഇഫ് സച്ച് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇഫ് സച്ച് സൊസൈറ്റി, നമ്മൾ കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ വിധികളുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ അത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഇഫ് സച്ച് സൊസൈറ്റി ഡസ് നോട്ട് യൂസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് നെയിം ഓർ ഇൻ കണക്ഷൻ വിത്ത് ഇറ്റ്സ് ബിസിനസ് ദ വേർഡ്സ് ബാങ്ക്, ബാങ്കർ ഓർ ബാങ്കിങ് ആൻഡ് ഡസ് നോട്ട് ആക്ട് ആസ് ഡ്രോയർ ഓഫ് ചെക്സ്. അത് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളതാണ് എന്റെ ഒരു ആർഗ്യുമെന്റ്. ഈ സെമി കോളത്തിന് മുമ്പ് പറഞ്ഞ, അർദ്ധവിരാമത്തിന് മുമ്പ് പറഞ്ഞ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പാക്സ് ആയിട്ടുള്ള കേരളത്തിൽ 1628 1642 പിന്നെ നമ്മുടെ പ്രൈമറി പാക്സ് അസോസിയേഷൻ പറഞ്ഞ 1582 ബാങ്ക് ഇപ്പോൾ ഉള്ളൂ, സർവീസ് ബാങ്ക്. അവരത് പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഉപോത്ബലമായി എനിക്ക് പറയാനുള്ളത്, ഈ അർദ്ധവിരാമം ഒരു പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യുന്നതോടെ അർദ്ധവിരാമം ഇത്ത് വേണം. പല കോടതി വിധികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി വിധികൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് പറയാൻ പറ്റും. അപ്പോ കാലിക സിറ്റി ബാങ്കായി പോയില്ല, നമുക്ക് വലിയ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സെമികോളൻ ഉള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതും കൂടി ഒന്ന് പറയാം. സെമികോളൻ വന്നു, സെമികോളൻ എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്? അത് പറഞ്ഞോളാം. ജസ്റ്റ് അതല്ല, ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഒരു സെമികോളത്തിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ പറയുന്നത് ഈ സെക്ഷൻ 3 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി സെമികോളം എന്ന് അതിൽ പറയ പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റി എന്നതിന് ശേഷം ഒരു സെമികോളൻ അർദ്ധവിരാമം ഉണ്ട്. ഇതിന് അർത്ഥം എന്തെന്ന് വെച്ചാൽ അർദ്ധവിരാമത്തിന് മുമ്പുള്ളത് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതില് അത് വ്യാകരണപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് സെന്റൻസുകളെ നോർമലി ഒരു വ്യാകരണത്തിലെ 2 സെന്റൻസുകളെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അർദ്ധവിരാമം ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കോടതി ജഡ്ജ്മെന്റ് കുറെ കാണിച്ചിടാം, അവിടെ പറയാം. നിങ്ങൾ അർദ്ധവിരാമത്തിന് ശേഷമുള്ള ഭാഗത്തിന് ഇത് ബാധിക്കുകയുള്ളൂ. ഒന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സച്ച് സൊസൈറ്റി ഡസ് നോട്ട്. ഹനീഫ് സാർ ഒറ്റ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലോങ് ടൈം ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി, നമ്മുടെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, അഗ്രികൾച്ചർ ബാങ്ക് നമ്മുടെ അവരെ പ്രതികൂലമായി ബാധിക്കും. എങ്ങനെയാണെങ്കിൽ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. രണ്ടും ഉപയോഗിക്കുന്നില്ല. അവർക്ക് കാർഷിക വികസന ബാങ്കായിട്ട് ഗ്രാമവികസന ബാങ്കായി പ്രവർത്തിക്കാൻ പറ്റും. അല്ല സാർ, അല്ല അവരുടെ പേരിനോട് ഇപ്പോഴും ബാങ്ക് എന്നുള്ള വാക്കുണ്ടോ? എങ്ങനെ ഇപ്പോഴും ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? പ്രൈമറി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഉപയോഗിക്കുന്ന അവർക്ക് ചെക്കായിട്ടും, ഞാൻ പറയുന്നുണ്ട്, അവർക്ക് ചെക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ബാങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഈ നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് ലഭിക്കില്ല. ഞാൻ കോടതി വിധി പറഞ്ഞതാ. അല്ലല്ല സാർ, അനീഫ സാർ ഉണ്ട് ഒരു മിനിറ്റ്. അല്ല, വിജയ് സാറിനെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനീഫ് സാറ് പറഞ്ഞ കേസിൽ നമ്മൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പറയുന്നു ആദ്യത്തെ വാക്ക് അപ്ലിക്കബിൾ അല്ല, പാക്സ് എന്നുള്ള വാക്ക് അപ്ലിക്കബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ക്ലോസ് ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? ബി എന്ന ക്ലോസ് പാക്സിന് അത് ബാധകമാകുന്നില്ല, അതിന് ശേഷമുള്ളവർക്ക് ബാധകമാകുന്നുള്ളൂ. അത് ആർക്ക് ബാധകമാകുന്നു? ഞാൻ ആ വാദം സമ്മതിക്കുന്നു. ആ വാദം സമ്മതിക്കുന്നു എന്നുകൊണ്ട് ഞാൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ പറയുന്നു എ എന്ന് പറയുന്നത് ബാധിക്കില്ല, സെമികോളൻ ബിനെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ബിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ADBകൾക്ക് ആ പേര് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അവർക്ക് ബാധിക്കും. അവർക്ക് അത് നോട്ടീസ് മറ്റായിട്ടുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇടപാട് നടത്തുന്നില്ല. ഇപ്പൊ എന്റെ പെരിന്തൽമണ്ണ, എന്റെ നാട്ടിലെ ബാങ്കാണ് പെരിന്തൽമണ്ണ അർബൻ ബാങ്ക്. നേരത്തെ അവർ ഇടപാട് നടത്തി, ഇപ്പൊ ആ ഇടപാട് നടത്തുന്നില്ല.
ഇപ്പൊ അത്തരം ഇടപാട് നടത്തില്ല എന്റെ മുമ്പിലുള്ള ബാങ്ക് അല്ലേ? അതല്ല അത് ഇപ്പൊ ADBന്റെ കേസിലെ ADB സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല, അവിടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. SD എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ADBന്റെ കേസിൽ വളരെ കുറച്ച്, കേരളത്തിലെ എല്ലാ ADBകൾക്കും SD എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇല്ല. വളരെ കുറച്ച് ബാങ്കുകൾക്ക് മാത്രമാണ് SD എന്നുള്ള വാക്ക് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻ പോലും കേരളത്തിലുള്ള ADBകളെ കാര്യം ഞാൻ പറയുന്നത്. വളരെ കുറച്ച് ADBകൾക്ക് മാത്രമേ ആ പ്രൊവിഷൻ പോലും ഉള്ളൂ. അപ്പൊ ആ വാദം എത്രത്തോളം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരെ മറിച്ച് ഞാനൊരു സെമിക്കോളന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സെമിക്കോളൻ എന്ന് പറയുന്ന സാധനം അതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് സ്ട്രോങ്ങർ ദാൻ എ കോമ ആൻഡ് വീക്കർ ദാൻ എ ഫുൾ സ്റ്റോപ്പ് എന്നാണ് ഒരു സെമിക്കോളൻ, ഒരു അർദ്ധവിരാമത്തെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് കേന്ദ്ര സർക്കാരൊക്കെ നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം, കേരളത്തിലെ സമീപനത്തിനനുസരിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം. ആ സമീപനം എടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എത്ര കാലം ഇവരോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങനെ പേര് മാറ്റാൻ വേണ്ടി പറ്റും? തീർച്ചയായും ജനങ്ങളെ മുന്നിൽ 13,000 കോടി രൂപ എന്തുകൊണ്ട് നമ്മുടെ നിക്ഷേപം കേരളത്തിലെ ടോട്ടൽ സഹകരണ മേഖലയിലുള്ള നിക്ഷേപത്തിൽ ഏകദേശം 13,000 മുതൽ 15,000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കണക്കുകളെ ഞാൻ പറയുന്നത്. പഴയുള്ള കണക്കുകളിൽ നിന്ന് 13,000-15,000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവുകൾ ഉണ്ടാവുന്നത് ഇതുപോലെയുള്ള RBI പോലുള്ള ബാങ്ക് ഇവരുടെ മുന്നറിയിപ്പുകളാവാം, അതുപോലെ തന്നെ പേരുകൾ മറ്റ് ബാങ്കുകളുടെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് RBI പോലുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു നടപടികൾ കൂടി നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലത്തെ ചോദ്യം. അപ്പൊ ഏതായാലും ഞാൻ അനിഫ സാറിന്റെ അടുത്തേക്ക് വരാം. അതിനിടയ്ക്ക് ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ബിജു ഭരത് സാറിനും കൂടി അത് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ മൂന്നാല് വിധികൾ പറഞ്ഞതാണ് ഈ സെമിക്കോളുമായി ബന്ധപ്പെട്ട്. സുപ്രീം കോടതിയുടെ ഈ അർദ്ധവിരാമം സെമിക്കോളും കഴിഞ്ഞിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗം അതിന് മുമ്പുള്ള ഭാഗത്തിന് വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല വിധികളും ഉണ്ട്. അതിൽ ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ സെമിക്കോളൻസ് മേക്കിംഗ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഈച്ച് സബ്ജക്ട് മാറ്റർ ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം വാട്ട് ഫോളോസ് ഈച്ച് സെമിക്കോളൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി സുപ്രധാനമായ വിധിയാണ്. ഞാൻ ആസാനായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ജഗന്ത വർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 16/2/2018 16/2/2018 സുപ്രീം കോടതി വിധിയുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 22/9/2017 ഈ സെമിക്കോളത്തിന് നിർവചനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് 12/5/2000. അതുപോലെ തന്നെ ജംഷാദ് ആൻഡ് ഗുസ്താർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളത്തിലുണ്ട് ആൻഡ് അതേഴ്സ് 12/5/2000 ഒരു വിധി വന്നിട്ടുണ്ട്. ഈ വിധിയിലൊക്കെ ഇതേ ആശയം തന്നെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതായത് സെമിക്കോളത്തിന് മുമ്പുള്ളതും സെമിക്കോളത്തിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്തൊക്കെ കിട്ടും. പറയുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു സെമിക്കോളൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അല്ല, എനിക്കൊരു ഹനീഫ, ഈ ഒരു സെമിക്കോളൻ അല്ലാതെ നമ്മളെ ഈ നിങ്ങളുടെ വാദങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ പേര് മാറ്റി എന്ന് പറയാൻ തക്കതായ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് എന്ന പേര് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ RBIയുടെ പത്രപരസ്യങ്ങൾ ഉണ്ട്. ഒരിക്കലും ആ ഒരു പത്രപരസ്യത്തെ ബേസ് ചെയ്തിട്ടല്ല ഞങ്ങൾ പേര് മാറ്റിയിട്ടുള്ളത്. ഈ ബാങ്കാണ് ഞാൻ ചോദിക്കുന്നത്. ബാങ്ക് എന്ന പേര് മാറ്റാൻ വേണ്ടി വ്യക്തിപരമായി നിങ്ങൾക്ക് കാലിക്കറ്റ് സിറ്റി ബാങ്കിന് ഇവർ വല്ല നോട്ടീസ് നൽകിയിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും സംഘത്തിന് നൽകിയിട്ടുണ്ടോ? അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 2020 അമെന്റ്മെന്റിനെ തുടർന്ന് അവരെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെടുക്കാം. അത് ഞാൻ പറയാം. അത് നമ്മൾ സൊസൈറ്റി എന്ന പേര് മാറ്റം. നമുക്ക് ഒരു പരിരക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കെ, ഒരു നിയമപരമായി പരിരക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കെ. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇപ്പം ഈ ADBസിന് ഇപ്പൊ പരിരക്ഷ ലഭിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതേ കണ്ടീഷനാണ് ഇപ്പൊ അവരെ പോലെ നമ്മൾ ചെറുകോട് സർവീസ് റൂറൽ ബാങ്കിന്റെ പേര് ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോറൂർ സർവീസ് ബാങ്ക് കേസ് കൊടുത്തപ്പോ ചെറുകോട് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് ബാങ്ക് എന്ന പദം ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വിധി കൊണ്ടിരിക്കുന്നുണ്ട്. നിലനിൽക്കുന്നില്ലേ? വിധിയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന ഒരു മീനിങ്ങും ഇല്ല.
അല്ല, നമുക്ക് അതിന്റെ പരിരക്ഷ ഇല്ല സർ. പരിരക്ഷ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ RBI ഡോക്യുമെന്റ് ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. RBI ഡോക്യുമെന്റ് RBI അംഗീകരിച്ച ഡോക്യുമെന്റ് ആണ് അത്. പിന്നെ ലീഗലായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് അത്. അതിന്റെ അഡ്വൈസറായ ആള് പറയുന്നുണ്ട്. ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക അനീഫ സർ. സംസാരിക്കുമ്പോൾ ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2020 വരെ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. സാജു സാറേ, നമ്മൾ ഏതായാലും ഈ കർഷക ബോണ് ആദ്യത്തെ ഘട്ടമാണ്. അപ്പം ഏതായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് 2 ഭാഗവും നമ്മൾ 2 വേർഷനും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ സഹകരണ സംഘങ്ങളെ നേരിട്ട് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ ബിജു പരവത്തുണ്ട്. അദ്ദേഹം ഒരു നിഷ്പക്ഷ നിലപാട്, അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണ നിലപാടും കൂടി ഒരു കസ്റ്റമർ എന്നുള്ള അല്ലെങ്കിൽ ഒരു വെൽവിഷർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലും കൂടി അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി നമുക്ക് എടുത്തു പോകാം. മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ ബിജു സർ. ഓക്കെ, കേൾക്കാവോ? റെഡിയാ. ഞാന് ഈ 2 വേർഷനും കേട്ടു. ഒരു ഘട്ടത്തിൽ മുമ്പ് ഇതേ വിഷയത്തിൽ സിറ്റി ബാങ്ക് ഈ തീരുമാനം എടുത്ത ഘട്ടത്തിൽ തന്നെ നമ്മളൊരു ചർച്ച നടത്തിയതാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് ചർച്ചകൾ ഈ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ടു. എനിക്ക് അനീഫ് സാറിനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യങ്ങൾ. ഒരു നിയമ സംവിധാനം രൂപപ്പെടുത്തുന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ബില്ല് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭകളിൽ പ്രസന്റ് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം. ഈ ബില്ല് പ്രസന്റ് ചെയ്തുകൊണ്ട് നിർമ്മല सीतारामन പറഞ്ഞത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം. इस बिल को हम इसीलिए दे रहे हैं क्योंकि पिछले 2 साल से हम लगातार कोऑपरेटिव बैंक्स और स्मॉल बैंक्स जिनके डिपॉजिटर्स को बहुत तकलीफ हो रही है, उन डिपॉजिटर्स का प्रोटेक्शन के लिए और उनके इंटरेस्ट के प्रोटेक्शन के लिए और कोऑपरेटिव बैंक्स जो कोऑपरेटिव सोसाइटी जो बैंक के नाते काम करते हैं, उनमें जो बैंक के नाम उपयोग करते हैं या बैंकर या बैंकिंग के काम करते हैं, उनको रेगुलेट करने के लिए इस बैंकिंग एक्ट के द्वारा, बैंकिंग रेगुलेशन एक्ट अमेंडमेंट के द्वारा उनका डिपॉजिटर्स का प्रोटेक्शन के लिए ये अमेंडमेंट लिया जा रहा है. We are trying to bring this amendment. ഞാനത് മുഴുവൻ കേൾക്കുന്നില്ല, നമുക്ക് കിട്ടും. അതായത് സിമ്പിൾ ആയിട്ട് നിർമ്മല സീതാരാമൻ പറയുന്ന ഒരു കാര്യം, ഈ അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്നത് ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണം നിരവധി സഹകരണ ബാങ്കുകൾ ഇപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. PNC ബാങ്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവര് ബാക്കിയുള്ള ഭാഗങ്ങളിൽ അത് പറയുന്നത്. ഈ ഡ്വൽ കൺട്രോൾ ഒഴിവാക്കണം എന്നുള്ളത് വെച്ചിട്ടാണ്. രണ്ടാമത്തെ ഭാഗം, പല സൊസൈറ്റികളും ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുകയും ബാങ്കിങ് പ്രവർത്തനം നടത്തുകയും RBIയുടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബില്ല്, ഈ അമെൻമെന്റ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനം കേരളത്തിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ളതാണ്. അനീഫ് സാറ് പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നു. സെമി കോളത്തിന് മുമ്പേ ഉള്ളത് നമുക്ക് ഇതിന് ബാധകമല്ല, അതിനുള്ള കോടതി വിധികളും സാർ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാദത്തിന് അത് അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ വാദത്തിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സാർ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പറയുന്ന രണ്ടാമത്തത്, a cooperative society whose primary object and principal business is providing long-term finance for agricultural development. അതായത് നമ്മളുടെ PCARDB അല്ലെങ്കിൽ KCARDB റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളെ അത് ബാധിക്കും. എങ്ങനെയാണെങ്കിൽ, if such a society does not use the part of his name or his connection with the business the word banker or banking and does not act as a drawee of check എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ബാധകമാവേണ്ടത് ഈ PCARDBകളെ മാത്രമാണ്. പകരം പാക്സുകൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അനുമതി കൂടി ഉണ്ടാവണം. നമുക്കതുണ്ടോ? അതില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിനുള്ള പ്രൊവിഷൻ അനുവദിച്ച് തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ പാർട്ട്, സെമി കോളന്റെ ഭാഗം നമ്മൾ അംഗീകരിച്ചാൽ തന്നെ
അതിനനുസരിച്ച് നമുക്കൊരു സഹകരണ ബാങ്കിന് കിട്ടേണ്ട ബാങ്കിങ് പ്രവർത്തനത്തിന് കിട്ടേണ്ട ഒരു പാർട്ടും ഒരു പ്രിവിലേജും ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ട്, ഈ ബാങ്ക് എന്ന പേര് നമുക്ക് നിലനിർത്താനുള്ള നമ്മുടെ പ്രിവിലേജ് ആണ് എന്ന് പറഞ്ഞു. ഈ പ്രിവിലേജ് ആര് തന്നു, എവിടെ തന്നു, എപ്പോ തന്നു? ഒരു കോടതി വിധി, ഹൈക്കോടതി വിധിയാണ് ഇതിൽ നമുക്ക് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ നേരത്തെ ഇത് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് കാരണം എങ്കിൽ അത് കേരള നിയമത്തിൽ ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നതൊക്കെ നിയമത്തിൽ തന്നെ ഒറ്റ കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ പരീക്ഷയാണ്. അല്ലാതെ RBIയുടെ കൺസെന്റോടുകൂടിയോ RBIയുടെ പെർമിഷനോടുകൂടിയോ ഒരു ഡോക്യുമെന്റും നിങ്ങൾക്ക് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റും ഇതുവരെ എന്റെ അറിവിൽ അവൈലബിൾ ആയിട്ടില്ല. RCS ഓഫീസിൽ ഞാൻ അന്വേഷിച്ചു, RCS ഓഫീസിലും അങ്ങനെ ഒരു ഇതില്ല. ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടന്നപ്പോ അന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയി അല്ലാത്ത സ്ഥിതിയിൽ നമ്മൾ ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചു എന്നത് മാത്രമാണ് എന്നതാണ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബിജു പറ്റത്ത് അദ്ദേഹത്തിന്റെ ഒരു നിഷ്പക്ഷ അദ്ദേഹം പറഞ്ഞതിൽ സീതാരാമന്റെ നിർമ്മല സീതാരാമൻ വളരെ ബജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ബാങ്ക് എന്നുള്ള അധികാരമില്ലാതെ ബാങ്കുകൾ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ള വാക്ക് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം വീഡിയോ കാണിച്ചു തന്നു. അപ്പൊ ഒരു ആക്ടിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ബിജു അത് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹനീഫ് സാറോട് വേറൊരു ചോദ്യം, ഇപ്പം SN കോളേജ് SNV കോപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലെ SNVRC റീജിയണൽ ബാങ്കിന്റെ കേസിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, ബാങ്കിന് ഇത്ര കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വലിയൊരു പരസ്യം കൊടുക്കുന്നു. RBI അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസ് സ്റ്റിൽ ഇപ്പോഴും കോടതിയുടെ മുന്നിലാണുള്ളത്. അപ്പം എന്തുകൊണ്ട് ആ പരിരക്ഷ? ഇത് ഈ ബാങ്കിങ് റെഗുലേഷന്റെ ആക്ട് ഒക്കെ വരുന്നതിന് മുന്നേയുള്ള കാര്യമാണ്, 2020 മുന്നേയുള്ള കാര്യമാണ്. ഇപ്പോഴും സ്റ്റിൽ ആ കേസ് നിലനിൽക്കുന്നു, വളരെ സജീവമായിട്ട് ആ കേസ് പോകുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൽ പറയാൻ? ഹനീഫ് സാർ മ്യൂട്ടാണ്. ഹനീഫ് സാർ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ് ഹനീഫ് സാർ. റെഡി പറയൂ. മാർച്ച് 1 പ്രാബല്യത്തിൽ നമ്മളെ RBI ലൈസൻസ് ഇല്ല. നമ്മളെ ബാങ്കിന്റെ നിർവചനത്തിൽ ഏതാണ് പാക്സ് എന്നും ഏതാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്നും പറയുന്നുണ്ട്. പക്ഷെ തന്നെ പറയാം, ഈ SN റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് പാക്സ് അല്ല, അത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അത് റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് കാർഷിക വായ്പാ സഹകരണ സംഘം എന്ന പറവിയിൽ വരാത്തത് കൊണ്ടാണ് അവർക്ക് നോട്ടീസ് നൽകിയത്. അത് കാർഷിക സഹകരണ സംഘമായിരുന്നുവെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് രക്ഷ കിട്ടുമായിരുന്നു, അവർക്ക് പരിരക്ഷ കിട്ടുമായിരുന്നു. BP പിള്ള സാർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. RBI ലൈസൻസ് ഉള്ള സ്ഥാപനമല്ലാതെ പേരിനൊപ്പം ബാങ്ക് എന്ന് അവർ ഉപയോഗിക്കാൻ, കാരണം അവർ റീജിയണൽ ബാങ്കാണ്. അത് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന നിർവചനത്തിൽ അവർ വരുന്നില്ല. അതാണ് ഉത്തരം. അതുകൊണ്ടാണ് അവർക്ക് നോട്ടീസ് നൽകിയതും അവരുടെ പേരിൽ ക്രിമിനൽ കേസ് നൽകിയിട്ടുള്ളതും. അത് വളരെ വ്യക്തമാണ്. ഞാൻ ആ ആർഗ്യുമെന്റ് ടൈമിൽ ഹൈക്കോടതിയിലുള്ള ആളാണ്. അതില് ഞാനൊന്ന് ആഡ് ചെയ്തട്ടെ. ഇപ്പം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ഇപ്പൊ വന്നിട്ടുള്ള ഒരു ഈ സർവീസ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മുടെ റൂൾ 15 1A-B-C എന്ന് പറഞ്ഞു കൊടുത്തിരുന്നതിനെ ഇവിടെ എയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല, എ എന്ന് ഒഴിവാക്കിയിട്ട് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അതിനെ വേറൊരു ഇതായിട്ട് കൊണ്ടുവന്ന്. അപ്പൊ ഇപ്പൊ ഹനീഫ സാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ പറയുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും രണ്ടാണോ? അതെ, പ്രൈമറി അതല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളല്ല
ഈ പിന്നെ എസ്റ്റേൺ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ അനീഫ് സാറേ ഒറ്റ സംശയം അതിൽ വസ്തുതാപരമായി പോകണമല്ലോ എന്ന് ചോദിച്ചിട്ട്, ഈ SNBRC ബാങ്ക് പാക്സ് ആണ്. അതിന്റെ രജിസ്ട്രേഷൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് തന്നെയാണ്. പക്ഷേ അല്ല ഇനി സാറേ ഞാൻ ആയിക്കോട്ടെ, പിള്ള സാറ് പറഞ്ഞോട്ടെ, ഞാൻ ഒറ്റ കാര്യം പറയാം. അതിന്റെ രജിസ്ട്രേഷൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. നമ്മുടെ നിയമത്തിൽ റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നത് ഈ പാക്സുകളുടെ ആ പേരിന്റെ കൂട്ടത്തിൽ നിയമത്തിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ്. രജിസ്ട്രേഷൻ പാക്സ് ആണ്. സെൻട്രൽ ആക്ട് പ്രകാരം, സെൻട്രലിന്റെ റെഗുലേഷൻ പ്രകാരം നിങ്ങൾ ഏത് പേരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, പാക്സ് അത് ഏത് പേരിൽ പ്രവർത്തിച്ചാലും പാക്സ് ആണെങ്കിൽ, പാക്സ് എന്ന പേരിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പാക്സിന്റെ എല്ലാ പ്രിവിലേജും കിട്ടും എന്ന് തന്നെയാണ്. ബാങ്കിങ് പേര് ഉപയോഗിക്കുകയും ബാങ്കിങ് പ്രവർത്തനം നടത്താനും പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. എനിക്ക് ഒറ്റ സംശയം സാറിനോട് ചോദിക്കാനുള്ളത്, ഇത് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ നടത്തുന്നത് ബാങ്കിങ് പ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുന്നത് എന്നത് മാത്രമാണ്. ബിജു സാർ പറയുകയാണ് നമ്മളെ ബിജു സാർ ഒരൊറ്റ മിനിറ്റ്, ഇത് ബിജു സാർ ഇത് തർക്ക വിഷയമാക്കേണ്ട വിഷയം തന്നെയല്ല. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി രണ്ടാണെന്ന് അതിൽ സംശയമില്ല. പറയുന്നത് എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, നിങ്ങൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണ് കാർഷിക സംഘം എന്ന് പറയുന്നത്? അല്ല അങ്ങനെ പറയുന്നില്ല. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും രണ്ട് തന്നെയാണ്. പിള്ള സാർ ഉണ്ട് ഇതില്. പിള്ള സാറ് പറഞ്ഞോട്ടെ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും രണ്ട് തന്നെയാണ്, നിയമത്തിലും രണ്ടാണ്. പക്ഷെ സാറ് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനിത് വെരിഫൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. SNBRC ബാങ്കിന്റെ രജിസ്ട്രേഷൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് തന്നെയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന പേര് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്. അത് ഇതിൽ ഭാഗമല്ല. പിള്ള സാറ് ക്ലിയർ ചെയ്തോട്ടെ. മാത്രമല്ല പിള്ള സാർ ക്ലിയർ ചെയ്തിട്ട് പോവാം. അതെ, പിള്ള സാർ ഞാൻ വിളിക്കാം. അനീഫ് സാർ, നമ്മളിപ്പോ RBI ലൈസൻസ് അത് നേരെ മറിച്ച് അഗ്രികൾച്ചർ സൊസൈറ്റി ആയിരുന്നെങ്കിൽ ലൈസൻസിന് പരിഗണിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പിള്ള സാർ, ഏതായാലും പിള്ള സാർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം സാറ് എന്തായാലും SNB കോളേജ് എന്ന് പറഞ്ഞു, സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ട് കോളേജ് SNB ബാങ്കിന്റെ കേസിൽ, അതെ SNB ബാങ്കിന്റെ കാര്യത്തിൽ സാറിന് കൃത്യമായ ഒരു അഭിപ്രായമുള്ള ആളാണ്, സാറിന് അറിയുന്ന ആളും കൂടിയാണ്. അപ്പൊ സാറിന് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഹിസ്റ്ററിയിൽ? പിള്ള സാർ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ. പിള്ള സാർ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ. പിള്ള സാർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ? പറ്റുന്നില്ല. ഓക്കെ ക്ലിയർ ആയത്. ഓക്കെ, അരൂർ SNB റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ശാമാഷുടെ 25ാം വർഷം, അവിടെ പ്രസിഡന്റായി തുടരുന്ന വർഷം, അവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു. അരൂർ SNB ബാങ്കിന് ശ്രീ ബിജു പരുവത്ത് പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ സഹകരണ നിയമം അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സംഘമായിട്ടാണ് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അല്ല. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടകം അവർക്ക് ലൈസൻസ് കിട്ടിയേനെ. ലൈസൻസ് കിട്ടുന്നതിന് നേരത്തെ 1 ലക്ഷം രൂപയുടെ നെറ്റ്വർത്ത് മതിയായിരുന്നു. അവർക്ക് അതിനേക്കാൾ കൂടുതൽ നെറ്റ്വർത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘം തന്നെയാണ്. പക്ഷേ അരൂർ SNB ബാങ്ക് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ സഹകരണ നിയമത്തില് 2ാം വകുപ്പില് പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന്റെ നിർവചനത്തിൽ എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ ഫാർമേഴ്സ് ബാങ്ക് ആൻഡ് എ റൂറൽ ബാങ്ക്. ദ പ്രൈമറി ഓബ്ജക്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിൻ്റെ അകത്ത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ്, പ്രൈമറി കോപ്പറേറ്റീവ് റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പദവിയില്ല. കോപ്പറേറ്റീവ് റീജിയണൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, റൂറൽ ബാങ്ക് ഉണ്ട്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. അതായിരുന്നു അവർ ഇത് കേസാക്കാനായിട്ട് കാരണം.
ഇവിടെ കേരളത്തില് ഞാൻ ആ ഡെഫിനേഷനിലോട്ട് വീണ്ടും വരാം. 1966 മാർച്ച് 1 ബി ആർ ആക്ടില് ഈ സെക്ഷൻ 3 ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത്. അവിടെ സെമിക്കോളന്റെ കാര്യം പറഞ്ഞു. അതിൽ പറയുന്നത് notwithstanding anything contained in the National Bank for Agriculture and Rural Development Act, this act is not applicable to a primary agriculture credit society. അത് കഴിഞ്ഞല്ലേ സെമിക്കോളൻ. അതിൽ ഈ ആദ്യ ഭാഗം വായിച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? നബാർഡ് ആക്ട് 1981 നബാർഡ് ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഈ നിയമം ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന് ബാധകമല്ല. പിന്നെ സെമിക്കോളൻ ഇട്ടു. കാരണം രണ്ടാമത് പറയുന്നത് പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തെ കുറിച്ചല്ല. എ കോപ്പറേറ്റീവ് സൊസൈറ്റി whose primary object and principal business is to give long-term loans for agriculture development. അതൊരു പ്രത്യേക വിഭാഗം സംഘമാണ്. അന്നേരം ഓറിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘം, രണ്ടാമത്തെ കാർഷിക ഗ്രാമവികസന ബാങ്ക്, എന്നിട്ടാണ് സിംഗുലർ ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. If such society shall not use the word bank, banker, banking as part of its name or in connection with its business and does not act as a drawing of check. അതിവിടെ നമ്മൾ ആ സെമിക്കോളന് യാതൊരു റിലവൻസും ഇല്ല. കാരണം അതിനു മുമ്പത്തെ ഭാഗം, നമ്മൾ അതിന് ശേഷമുള്ള ഭാഗം അങ്ങ് ഒഴിവാക്കുക. നബാർഡ് ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന് ബാങ്ക് റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥകൾ ബാധകമല്ല. അതിനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് എപ്പോഴാണ് ഇത് ബാധകമാകാത്തത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തില് 77 പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ഉണ്ട്. ഇതുവരെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവര് മെമ്പർമാരുടെ നിക്ഷേപം ഡിമാൻഡ് നിക്ഷേപം വാങ്ങുന്നില്ല, സ്ഥിര നിക്ഷേപം മാത്രമേ വാങ്ങുന്നുള്ളൂ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെ പോലെ എസ് ബി നിക്ഷേപം വാങ്ങുന്നില്ല, എസ് ബി നിക്ഷേപകർക്ക് ചെക്ക് സൗകര്യം കൊടുക്കുന്നില്ല. ഇവിടെ ഇത്രയും നാളെ എത്ര നാളായി പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ നിക്ഷേപം വാങ്ങാൻ തുടങ്ങിയിട്ട്? അറിയാമോ മിസ്റ്റർ ഹനീഫയ്ക്ക്? അത് അറിയാം. എത്ര നാളായി അവര് നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങിയത്? അതിനു മുമ്പ് 1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ അൺകണ്ടീഷണലായ ഒരു പ്രൊട്ടക്ഷനാണ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ കൊടുത്തിരുന്നത്. ഒരു നിബന്ധനയില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇ ചന്ദ്രശേഖരൻ നായർ സാറ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അല്ല, പുള്ളിയുടെ പീരീഡിലാണ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ബേബി ജോൺ സഹകരണ വകുപ്പ് മന്ത്രിയും ഇ ചന്ദ്രശേഖരൻ നായർ സാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം തുടങ്ങുന്നത്. ആ നിക്ഷേപ സമാഹരണത്തില് കൂടുതൽ നിക്ഷേപം സഹകരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിച്ചാൽ സഹായകമാകും എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ്. അതിന്റെ നിയമസംരക്ഷണം ഉണ്ടായിരുന്നു 66 മുതല്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടെ ആരണ്ടോ സൂചിപ്പിച്ചു. ഈ ബാങ്ക് എന്ന വാക്ക് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് 2022 മാർച്ച് 31 1,41,000 കോടി കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് നിക്ഷേപം ഉണ്ടായിരുന്നിട്ട് 2024 മാർച്ച് 31 ആയപ്പോൾ ആ നിക്ഷേപം 13,000 കോടി കുറഞ്ഞ് 1,28,000 ആയി. ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്ന എത്രയോ സംഘങ്ങൾ, ഞാൻ ആലപ്പുഴ ജനിച്ചു വളർന്ന ആളാണ്. 188 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുണ്ട്. 76, 77 മുതൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ആ സംഘങ്ങളിൽ 2 കോടി പോലും നിക്ഷേപം ഇല്ലാത്ത നിരവധി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, ബാങ്ക് എന്ന പേരോട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ആലപ്പുഴ ജില്ലയിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വനിതാ സംഘങ്ങൾ 100 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള വനിതാ സംഘങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സഹകരണ സംഘത്തിന് 500 കോടിക്ക് മുകളിൽ നിക്ഷേപമുണ്ട്. ബാങ്ക് എന്ന വാക്കൊന്നും അവിടെ ഇല്ല. ഇവിടെ ഇത് അനിവാര്യമാണ്. നമ്മൾ ചെന്നൈ ഹൈക്കോടതിയിലെ കേസ് വിധിയാകുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ 1ാം ലിസ്റ്റ് അനുസരിച്ച് ബാങ്കിങ് ഒരു കേന്ദ്ര വിഷയമാണ്. ബാങ്കിങ് പ്രവർത്തനം നടത്തണമെങ്കിൽ RBI ലൈസൻസ് വേണം. RBI ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനം മാത്രമേ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കാവൂ. പേരിനോടൊപ്പം ബാങ്കിങ് എന്ന് പറയുന്ന അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. നമ്മൾ എ ക്ലാസ് മെമ്പർമാരുടെയും നോമിനൽ മെമ്പർമാരുടെയും നിക്ഷേപം മാത്രമേ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പൊതുജന നിക്ഷേപം വാങ്ങാൻ പാടില്ല. പൊതുജന നിക്ഷേപം വാങ്ങുമ്പോഴാണ് ബാങ്കിങ് ആകുന്നത്. അതാണ് ബാങ്കിങ്ങിന് സെക്ഷൻ 5B കൊടുത്തിരിക്കുന്ന നിർവചനം. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോയബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഏതെങ്കിലും പ്രാഥമിക കാർഷിക വായ്പാ സംഘം ചെക്ക് ചെയ്യുന്നുണ്ടോ? ഡ്രാഫ്റ്റ് ഉണ്ടോ? പേ ഓർഡർ ഉണ്ടോ?
ഇല്ല. നമ്മൾ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് തന്നെ മറ്റു ബാങ്കുകളുടെ സഹായത്തോടു കൂടിയാണ്. നമുക്ക് അതിനുള്ള ലൈസൻസ് തരികയല്ല, RBI തരികയല്ല. അതിലിത് ഈ സെമികോളൻ എന്നത് ഇറെലവന്റ് ആണ്. മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബിജു പലോത്ത്, നിർമ്മല സീതാരാമൻ മാഡം അവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ അമെൻമെന്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിലെ പ്രാഥമിക കാർഷിക ഗ്രാമോത്സവ ബാങ്കുകൾക്ക് എന്തുമാത്രം നിക്ഷേപം ഉണ്ടെന്ന് മിസ്റ്റർ ഹനീഫയ്ക്ക് അറിയാമോ? ലെസ് ദാൻ 5,000 crores, 5,000 കോടി താഴെ മാത്രമാണ് അവരുടെ മൊത്തം നിക്ഷേപം ഈ 77 സ്ഥാപനങ്ങൾക്ക്. അതൊന്നും ഗൗരവമായ ഒരു വിഷയമല്ല. നമ്മുടെ ഈ 1,28,000 കോടി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1,41,000 കോടി, അതാണ് ഗൗരവമായ വിഷയം. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ശ്രീത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ, അപ്പം അനീഫ് സാറിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഇതാവും, ഈ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകണ്ട എന്നതുകൊണ്ട് കൂടിയാണ്. ഒന്ന്, ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ പിന്നെ ഇപ്പം കൃത്യമായിട്ട് പിള്ള സാറ് പറഞ്ഞു. അതായത് അത് പബ്ലിക്കുമായിട്ടുള്ള ഡീലായിരിക്കണം, എന്റെ ഇടപാടുകൾ പബ്ലിക്കിലേക്കായിരിക്കണം എന്ന്. നമ്മുടെ സൊസൈറ്റി ആക്ട് പ്രകാരം, പാക്സിന്റെ നിർവചനത്തിൽ നമ്മുടെ ആക്ട് പ്രകാരം പറയുന്നത് എന്താ? ദ പ്രൈമറി ഒബ്ജക്ട് ടു ദ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് വിച്ച് ടു ദി പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് എന്ന് തന്നെ പറയുന്നുണ്ട്, അത് പബ്ലിക് ടു ദി പബ്ലിക് എന്നല്ല. അതുകൊണ്ട് തന്നെ ബാങ്കിങ് ആക്ടിവിന്റെ പെർവ്യൂവിൽ വരില്ല. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി. നമ്മൾ അനീഫ് സാറ് ഈ ചെറിയ കുറിപ്പുകൾ ഇത് സംബന്ധിച്ചിട്ടതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നോമിനൽ ആൻഡ് അസോസിയേറ്റ് RBIയുടെ പരസ്യം നമ്മളെ ബാധിക്കില്ല, സഹകാരികൾ അതിൽ ബോധവാന്മാരാകണം എന്ന് പറഞ്ഞു. നമുക്ക് നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്നത് ബാങ്കിങ് ബിസിനസ് ആണ്, പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഇടപാട് നടത്തുന്നുണ്ട്. അത് തെറ്റായ വേർഷനാണ്, പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഇടപാട് നടത്തുന്നില്ല. ഒന്ന്. ഇനി അതേ കേസ് തന്നെ, സാറ് ഉദ്ധരിച്ച അതേ കേസ് തന്നെ, ഇൻകം ടാക്സിന്റെ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാലും, സുപ്രീം കോടതിയുടെ അതിന്റെ വെർഡിക്റ്റ് മുഴുവൻ വായിച്ചാലും നമ്മൾ ഈ പറയുന്ന വാദം ഫുള്ളി ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതിലുള്ള വാദം എന്താ? ഇൻകം ടാക്സിന്റെ വാദം ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ നോക്കിയല്ല അതിന്റെ പ്രവർത്തനം നിശ്ചയിക്കേണ്ടത്. പ്രവർത്തനം എന്താണെന്ന് കൂടി പരിശോധിക്കണം. കേരളത്തിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അത് പാക്സ് ആണെങ്കിലും ATP ആനുകൂല്യം ലഭിക്കില്ല, കാരണം അവർ നടത്തുന്നത് ബാങ്കിങ് ബിസിനസ് ആണ് എന്നതായിരുന്നു കേസ്. പെരിന്തൽമണ്ണ കേസ്, അതിന്റെ നാട്ടിലാണ് പെരിന്തൽമണ്ണ കോടതി ബാങ്ക് അത് പോവുകയും അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പിന്നെ പ്രവർത്തനം കൂടി പരിശോധിക്കാം ഇൻകം ടാക്സിന് എന്നായിരുന്നു. ചിറക്കൽ പോയപ്പോ അത് പ്രവർത്തനം നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല, ഇൻകം ടാക്സിന്റെ പണി അതല്ല, അത് ഏതാണോ രജിസ്ട്രേഷൻ എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെച്ചു. വിരുദ്ധമായ രണ്ട് വിധികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് ഫുൾ ബെഞ്ചിലേക്ക് പോവുകയും ഫുൾ ബെഞ്ചിൽ അത് പറയുന്നത് എന്താ? പെരിന്തൽമണ്ണ കേസിലെ വിധി ശരിവെക്കുകയും അല്ലെങ്കിൽ ആ വിധി ന്യായം ഉൾക്കൊള്ളുന്ന വിധി സുപ്രീം കോടതി വെക്കുകയും അങ്ങനെ ATP ആനുകൂല്യം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് അതിൽ എന്താ ഒരു ആന്ധ്രയിലെ, എനിക്ക് തോന്നുന്നത് സിറ്റിസൺ സഹകരണ സംഘത്തിന്റെ കേസിൽ ആ വിധി ന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ബാങ്ക് അല്ല, അത് അല്ല, കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് ബാങ്ക് അല്ല, ബാങ്കിങ് ബിസിനസ് അല്ല. സഹകരണ ബാങ്കുകൾ എന്താണ് എന്നും സഹകരണ ബാങ്കിങ് എന്താണ് എന്നും ആ വിധി ന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതല്ല നമ്മൾ ചെയ്യുന്നത് എന്ന വാദം ശരിവെച്ചുകൊണ്ടാണ് ATP ആനുകൂല്യം നമുക്ക് കിട്ടുന്നത്. പിന്നെ 194N വന്നു. 194N വന്നപ്പോ അതിൽ നമുക്ക് ഒഴിവായ ചില അന്ന് ഈ 194N വന്നപ്പോ ഏറ്റവും കൂടുതൽ പേരുദോഷം കേട്ട ഒരാളാണ് ഞാൻ. ഇത് സഹകരണ ബാങ്കുകളെ ബാധിക്കും. കാരണം ബാങ്കുകൾക്ക് മാത്രമേ ഇതിന് എക്സെപ്ഷൻ ഉള്ളൂ, സൊസൈറ്റികൾ ഇതിന് നികുതി കൊടുക്കേണ്ടി വരും എന്നുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നും അനീഫ് സാറ് പറഞ്ഞത് ഇത് നമ്മളെ ബാധിക്കില്ല.
കാരണം ഇത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാങ്കിങ് പ്രവർത്തനമാണ് എന്നാണ്. കാലം ഇപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ നമ്മൾ എഫക്റ്റഡ് പാർട്ടി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ബാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ് 194 എന്ന് നമുക്ക് നമ്മൾ ബാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ് ATP ആനുകൂല്യം നമുക്ക് കിട്ടുന്നത്? നമ്മൾ ബാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ് ചെക്കും ഡ്രാഫ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോയത്? അതുകൊണ്ട് ഈ ഒരൊറ്റ പേരിൽ മാത്രം നമ്മൾ വാദിച്ചു നിൽക്കുമ്പോൾ മറ്റൊരു പ്രിവിലേജും നമുക്കില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ പേരിൽ വാദിച്ചു നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, സിറ്റി ബാങ്ക് ഇപ്പൊ പേര് മാറ്റിയത് കൊണ്ടോ പേര് നിലനിർത്തിയതിനെ കൊണ്ടോ കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ അന്നും പറഞ്ഞതാണ്. പക്ഷെ അവരെടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് 100% ശരിയാണ്. ഈ പേര് മാറ്റത്തോടുകൂടി എനിക്കൊരു ശക്തമായ വിയോജിപ്പുള്ളത്, ഈ പേര് മാറ്റത്തോടുകൂടി സഹകരണ മേഖലയിൽ ഉയർന്നു വന്നൊരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു പാക്സ് അസോസിയേഷന്റെ റിലീസിൽ പോലും സംഭവിച്ചത് ഇതിൽ ദുരൂഹതയുണ്ട്, മറ്റെന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടി ആണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നൊരു വ്യാഖ്യാനം സഹകരണ മേഖലയെ ഇതിനുള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു ദുരുദ്ദേശപരമായ രീതിയിലുള്ള ഒരു അക്രമമാണ്. ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റും നമുക്ക് ചർച്ച ചെയ്യാം എന്നതാണ്. അതുകൊണ്ട് ബാങ്കിങ് ആക്ടിവിറ്റിയുടെ ഒരു പ്രിവിലേജും ഈ കേരളത്തിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അനുഭവിക്കുന്നില്ല. അതിന്റെ പേര് മാത്രമാണ് നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ആവുമ്പോൾ മാത്രമാണല്ലോ ഡ്രാഫ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിക്കുന്നതിന് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് BR ആക്ട് പ്രൈമറി ടാക്സുകൾക്ക് ബാധകമല്ല എന്നുള്ള വാദം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബാങ്ക് ആണ് എന്നുള്ള വാദം അനീഫ് സാർ പറഞ്ഞില്ല. പക്ഷെ അനീഫ് സാറിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ചില സമയത്ത് ബിജു പറഞ്ഞതും കൂടി കണക്കുകൂട്ടി പറയുമ്പോൾ ATPന്റെ കേസിൽ എത്തുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ സൊസൈറ്റി ആണെന്ന് പറയുന്നു, ഈ കേസിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നു ബാങ്ക് ആണെന്ന് പറയുന്നു. അപ്പൊ രണ്ടും ഓരോ സമയത്തും ഓരോ രീതിയിലാണ് നമ്മൾ വാക്ക് പറയുന്നത് അല്ലെ. ATPന്റെ കേസ് എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ബാങ്ക് അല്ല ഞങ്ങൾ സൊസൈറ്റി ആണെന്ന് പറയുന്നു. ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ സൊസൈറ്റി അല്ല ഞങ്ങൾ ബാങ്ക് ആണെന്ന് പറയുന്നു. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നിലപാടുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ആയി നിലപാട് എടുത്തുകൊണ്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അനീഫ് സാർക്ക് പറയാം. ഇതില് ഒരു കാര്യം നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ 1965 ബാങ്കിങ് നിയമത്തോടു കൂടി സഹകരണ ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിന്റെ ബാങ്കിങ് നിയന്ത്രണ നിയമത്തിന് കീഴിലായപ്പോ ആ പാക്സ് എന്ന് പറയുന്ന കാർഷിക വായ്പാ സംഘങ്ങൾ, ബാങ്കല്ല, നോട്ട് എ ബാങ്ക്, വി ആർ നോട്ട് അണ്ടർ ദ പർവ്യൂ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വി ആർ നോട്ട് കൺട്രോൾ അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. അത് സത്യമുള്ളൂ, ബാങ്കല്ലല്ലോ, ബാങ്കാണ് ബാങ്ക് ലൈസൻസ് ഉള്ളൂ. നമുക്ക് സെക്ഷൻ 3 എന്ന് പറയുന്ന വകുപ്പിലുള്ള ആ പരിരക്ഷ 1965 ബാങ്കുകളുടെ നിർവചനം നൽകിയപ്പോ കോപ്പറേറ്റീവ് ബാങ്കിനെ ഉൾപ്പെടുത്തിയപ്പോ അതില് ആ നിയമത്തിന് കീഴിലായപ്പോ കാർഷിക വായ്പാ സംഘങ്ങൾ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അത് പരിരക്ഷ കിട്ടണം എന്നാ പറയുന്നത്. അതിലൊരു ഭാഗത്ത് കോടതി പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാരിങ് ഓൺ ബാങ്കിങ് ബിസിനസ്, അവരുടെ മെമ്പർമാർക്കിടയിൽ ഇടപാട് നടത്തണം. മെമ്പർ ആരാവണം എന്നതിനെ കുറിച്ച് ഇവിടെ ബിജു സാർ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, സാർ ഏത് കോടതിയാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാരിഡ് ഓൺ ബാങ്കിങ് എന്ന്? ഏത് കോടതിയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ മെമ്പർ എന്നുള്ള നിർവചനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇപ്പൊ ആരൊക്കെയാണ് മെമ്പർ പറഞ്ഞിട്ടുണ്ട്? സഹകരണ സംഘടന മെമ്പർ, മെമ്പർ, ബി ക്ലാസ്, സി ക്ലാസ് മെമ്പർ, നോമിനൽ മെമ്പർ, അസോസിയേറ്റ് മെമ്പർ, എന്താണ്? മെമ്പർ ഈസ് നോട്ട് എ പബ്ലിക്. ഞാൻ അതാ പറഞ്ഞത്, മെമ്പർ ഈസ് നോട്ട് എ പബ്ലിക്. അതുകൊണ്ടാണ് മെമ്പർ എന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല മെമ്പർഷിപ്പിന്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി വിത്തിൻ ദ ഏരിയ കോർപ്പറേഷൻ. എനിക്ക് മലപ്പുറം ഡിസ്ട്രിക്ട് മുഴുവൻ ഏരിയ പരിധിയുള്ള ഒരു ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. 29 വർഷം, 300 കോടി നിക്ഷേപമുള്ള ബാങ്കാണ്, 60,000 മെമ്പർമാരുണ്ട്. ഇവർക്കൊക്കെ ഞാൻ വായ്പ കൊടുത്തിട്ടുണ്ട്, ഞാൻ അവരൊക്കെ നിക്ഷേപം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ATPയുടെ ഇപ്പോഴത്തെ സുപ്രധാനമായ വിധി മാവിലായി സർവീസ് കോർപ്പറേഷൻ വിധി വന്നപ്പോ നമുക്ക് മെമ്പർ എന്ന പദവിയിൽ എല്ലാവരും വന്നു. A ക്ലാസ് വന്നു, C ക്ലാസ് വന്നു, നോമിനൽ വന്നു, അസോസിയേറ്റ് വന്നു. ബാങ്ക് എന്നുള്ള പേര് നമ്മുടെ പേരിനോടൊപ്പം ചേർത്തുകൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഇനി പറയാനുള്ളത് ഈ പാക്സ് കാർഷിക വായ്പാ സംഘങ്ങൾ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് ഞാൻ പറഞ്ഞു.
പാർലമെന്റ് അവതരിപ്പിച്ച ബില്ലിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഫ് സാറിന്റെ ശ്രദ്ധയിലേക്ക് ഒറ്റ കാര്യം, നമ്മുടെ ഇൻകം ടാക്സ് കേസിൽ സുപ്രീം കോടതി വെർഡിക്റ്റിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം. വാണിജ്യ ബാങ്കുകൾക്ക് തുല്യമായി, ഞാൻ ഇതിന്റെ മലയാള പരിഭാഷയാണ്, തുല്യമായി ബാങ്കിംഗ് പ്രവർത്തനം നടത്തുന്നവയാണ് സഹകരണ ബാങ്കുകൾ. പൊതുജനങ്ങളാണ് അവയുടെ ഇടപാടുകാർ. അതൊരിക്കലും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളല്ല. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിന്റെ 3-ാം വകുപ്പിലും 56-ാം വകുപ്പിലും സഹകരണ ബാങ്ക് എന്നാൽ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് സഹകരണ ബാങ്കുകൾ എന്ന് BR ആക്ടിലെ 22(1)B വകുപ്പിൽ വിശദമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ റിസർവ് ബാങ്കിന്റെ ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ 2013 ഒക്ടോബർ 25-ന് RBI നൽകിയ കത്തിൽ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ബാങ്കിംഗ് ലൈസൻസ് വേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയത് കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ ബാങ്കുകളല്ല എന്ന കാരണത്തിൽ കൊണ്ടാണ്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പാക്സുകൾക്ക് BR ആക്ട് ബാധകമല്ല. അതിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല. പക്ഷെ നിങ്ങൾ ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചാൽ, ഇനി ഈ BR ആക്ടിന് ഒരു അപകടം കൂടിയുണ്ട്. അതായത് നിങ്ങൾ ബാങ്ക് എന്ന പേര് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ അത് BR ആക്ടിന്റെ പെർവ്യൂവിൽ വരുമെന്നും റിസർവ് ബാങ്കിന്റെ റെഗുലേഷൻ ബാധകമാകുമെന്നും കൂടി നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടി. പിന്നെ സാറിന്റെ ഒരു കാര്യം വിശദീകരണത്തിൽ ഞാൻ കണ്ടു, റിസർവ് ബാങ്ക് എന്തുകൊണ്ട് ഇതിന് നടപടി എടുത്തില്ല? ഇത്രയും കാലം റിസർവ് ബാങ്ക് നടപടി എടുക്കാതിരുന്നില്ല. 3 തവണ രജിസ്ട്രാർക്ക്, നമ്മുടെ സർക്കാരിന് 3 തവണ കത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റികൾ RBI പ്രതിനിധി ഇത് ഉന്നയിച്ചിട്ടുണ്ട്. അർബൻ ബാങ്കുകളുടെ ടാസ്ക് ഫോഴ്സിൽ ഇക്കാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ RBI ഒരിക്കലും ഒരു പോലീസ് ഫോഴ്സ് അല്ല വന്ന് ആക്രമിക്കാൻ. ഈ പെനാൽറ്റി ചുമത്തുക, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ എക്കണോമി സിസ്റ്റം തകർക്കുക എന്നുള്ളതല്ല RBI ചെയ്ത്. കേരളത്തിലെ പോലെ ഇത്രയും സ്ട്രെങ്ത് ആയ ഒരു കോപ്പറേറ്റീവ് എക്കണോമി അത് അതേപോലെ നിലനിർത്തുക എന്നുള്ളത് RBIയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് കൊളാപ്സ് ആകുന്നത് RBIക്കും കൂടി അതിന്റെ ബേർഡൻ വരും. പിന്നെ ഈ സംവിധാനം ഇത് ഈ രീതിയിൽ നിലനിർത്തണമെങ്കിൽ അത് സാവധാനം അതിൻ്റെതാണ്. നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഈ പറയുന്ന പരസ്യം അത് സഹകാരികളും ബാങ്കും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാലും അവർ ഇന്റിമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിലാണ്. ഈ പറഞ്ഞ 13,000 കോടിയോ എത്രയാണോ നിക്ഷേപം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മളെ ക്രെഡിബിലിറ്റി ലോസിന് അതും കൂടി ഒരു കാരണമാണ്. നമ്മളെ ഇത് ബാധിക്കുന്നില്ല എന്ന് പറയരുത്. പിന്നെ ഈ ബാങ്കിങ് ഉപയോഗിച്ചു എന്നുള്ള പേരിൽ RBI നടപടി എടുത്തു തുടങ്ങിയാൽ ഇനി പെനാൽറ്റി ഇമ്പോസ് ചെയ്യേ വേണ്ടുള്ളൂ. പിന്നെ നമ്മുടെ സർവീസ് സെക്ടർ ബ്ലോക്ക് ചെയ്യേ വേണ്ടുള്ളൂ. വേറെ ഒരു പണിയും RBIക്കില്ല. അത് നമുക്ക് എത്രത്തോളം താങ്ങാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് ഇനി അത് വരട്ടെ നോക്കാം എന്ന് പറയുന്നത് എനിക്ക് അത്ര തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന പാക്സ് അസോസിയേഷനും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും എന്താണ് ഇതിനടുത്ത് ഒരു സിംഗിൾ കേസ് പോലും നിങ്ങൾ ആലോചിക്കേണ്ടത് RBIയുടെ പരസ്യത്തിനെതിരെ നമ്മൾ കൊടുത്തിട്ടില്ല. BR ആക്ടിന്റെ ഭേദഗതിക്ക് ഈ പാക്സിനെതിരെ നമ്മുടെ ബാങ്കിന് ഉപയോഗിക്കുന്ന ഇതിനെതിരെ ഒരു സിംഗിൾ കേസ് പോലും കേരളത്തിൽ നിന്നോ ഒരു സംഘം പോലും ഈ BR ആക്ട് ഭേദഗതിക്കെതിരെ കൊടുത്തിട്ടില്ല. ചെന്നൈ ഹൈക്കോടതിയിലുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ചെന്നൈ ഹൈക്കോടതിയിൽ BR ആക്ട് ഞങ്ങൾക്ക് ബാങ്ക് എന്ന പദം സംരക്ഷിച്ച് കിട്ടണം എന്ന് പറഞ്ഞത്. അത് തമിഴ്നാട്ടിലെ 2 ബാങ്കുകളാണ്. അവർ പറഞ്ഞത് 100 വർഷത്തിലധികമായി ഞങ്ങൾ ഈ പേര് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സംരക്ഷിച്ച് കിട്ടണം എന്നതാണ്. അല്ലാതെ BR ആക്ടിലെ ഭേദഗതിയെ ഒരാളും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. മറ്റ് അർബൻ ബാങ്കുകൾക്കെതിരെയുള്ളോ മറ്റു വ്യവസ്ഥകൾക്കെതിരെയുള്ളത് മാത്രമാണ് എന്നാൽ ചെന്നൈ ഹൈക്കോടതിയിലുള്ളത്. അതുകൊണ്ട് ഈ വ്യവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ചെന്നൈ ഹൈക്കോടതി വിധിക്ക് ശേഷം ഉണ്ടാവാനും പോകുന്നുണ്ട് ഞാൻ കരുതില്ല. കാരണം അതാരും ക്വസ്റ്റ്യൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട് ശ്രീത്തെ. ഈ ബാങ്ക് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് എന്താണ് മെച്ചമുള്ളത്, എന്താണ് അഡ്വാൻറ്റേജ്? ഇതിൽ എല്ലാവർക്കും മറുപടി പറയേണ്ട അവസ്ഥ എനിക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ടൈം തന്നെ എന്റെ എത്ര ഉള്ളൂ ഒരു മിനിറ്റ്. പാക്സ് അസോസിയേഷന്റെ അവസാന വാക്കില് പ്രസ് റിലീസിന്റെ അവസാന വാക്കിൽ ഇങ്ങനെ പറയുന്നു, സർവീസ് ബാങ്കുകൾക്കെതിരെ എന്തുകൊണ്ട് RBI നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചു പാക്സ് അസോസിയേഷൻ. ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ് ബിജു പറഞ്ഞത്. കൃത്യമായ നടപടികൾ സ്വീകരിച്ച നാൾ വഴികളെ കുറിച്ച് കൃത്യമായിട്ട് ബിജു അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ പാക്സ് അസോസിയേഷൻ പറഞ്ഞു ഈ ദുരൂഹമാണ് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള ഒരു മറുപടിയും കൂടി അനീഫ് സാർ പറയണം.
ഞാൻ പറഞ്ഞ സർവീസ് ഇവരുടെ ബാങ്കുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ കാള തെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കാറ് നാടൻ ഭാഷയിൽ, അത് കൃത്യമായി പറയുന്നത്. സർവീസ് ബാങ്കുകൾക്ക് നോട്ടീസ് കിട്ടിയതിന് ശേഷം നടപടി എടുത്താൽ മതിയല്ലോ. അത് കൂടുതൽ നടപടി. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം പറയുന്നത്, 1906 നിയമഭേദഗതിയുടെ പിൻബലത്തിൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്ന പാക്സുകൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന പേര് സ്വീകരിച്ചും പേര് വെച്ചും ബോർഡ് വെച്ചും ബാങ്കിൽ പ്രവർത്തനം നടത്തിയതും നടത്തി വരുന്നതും അങ്ങനെയാണ് നിയമമായിട്ട് കരുതേണ്ടി വരും, കാണേണ്ടി വരും. തർക്കമുണ്ടോ അതിലേക്ക്? അതാണ് എന്റെ ഒരു വാദം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല എന്നത് ശരിവെച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധികളുണ്ട്, മറ്റ് കോടതി വിധികളുണ്ട്. ഞാൻ കേരളത്തിന് പുറത്ത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേരിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബംഗാളിലുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ടാക്സ് ബാങ്ക് എന്ന പേരിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പറഞ്ഞല്ലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നിലവിലുള്ള നിയമപരമായ പരിരക്ഷ ഉണ്ട്. അത് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാമെന്നുള്ളതും ഈ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്നതിൽ ഈ 65 വന്ന ആ പേര് വെച്ച് മുന്നോട്ട് പോകുന്നത് ശക്തമായ ഒരു നടപടി RBI എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ സർക്കാരിനും ഒരു ഗവൺമെന്റിന് ഒരു കത്ത് ചെയ്താലോ? അല്ല, ഇത്രയും ഫൈറ്റ് ചെയ്ത് നമ്മൾ ഈ ബാങ്ക് എന്നുള്ള പേരിനൊപ്പം വെച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പരിരക്ഷ എന്താണെന്നാണ് ഹനീഫ സാർ പറയുന്നത്? ഒരു കസ്റ്റമർ വന്നിട്ട് ഇവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ATM കാർഡ് ചോദിച്ചുമ്പോൾ നമ്മൾ ATM കാർഡ് കൊടുക്കുന്നുണ്ടോ? ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഒരു CT ചോദിച്ചാൽ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നുണ്ടോ? വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ പേര് മാത്രം കാര്യമുള്ളത്. ഞാനും നിങ്ങളൊക്കെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന ആള്. നമ്മളെ ഉദ്ദേശത്തിൽ ഡെഫിനിഷനിൽ പറയുന്നത് ഒരു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ എത്ര ശതമാനം അതുകൊണ്ട് നീതി പുലർത്തുന്നുണ്ട്? സത്യസന്ധമായി നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഞാൻ നടത്തുന്നത് കാർഷിക വികസനമാണ്. അതല്ല, നിങ്ങൾ അതുകൊണ്ടാണ് നമ്മളെ പ്രൈമറി ഒബ്ജക്ട് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പ്രവൃത്തി വാക്കൊന്നാണ്, തീരുമാനം നമ്മളെ ഐഡിയോളജി ഒന്നാണ്. ആവശ്യമില്ലാത്ത നമ്മുടെ സമയം വ്യർത്ഥമാക്കുവാണ്. ഈ ATPയുടെ കേസിൽ തന്നെ ഈ ഒരു ബാങ്ക് എന്നുള്ള വാക്കാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി. ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ചോദിച്ചത്, നമ്മള് ഇപ്പൊ പിള്ളസാറിനുള്ള 2A എന്ന ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കാർഷിക വിപണി ബിസിനസ് നടത്താത്ത പക്ഷം നിങ്ങൾ അംഗീകാരം തന്നെ എടുത്തുകളെന്ന് പറയുന്നു. അങ്ങനെ നിയമം ഉണ്ടായിരുന്നു 2A ഇല്ല? ചോദിച്ചു പിള്ളസാറോട് ചോദിക്കി. നമ്മൾ ആരെങ്കിലും കാർഷിക എത്ര പെർസെന്റേജ് കാർഷിക വായ്പ കൊടുക്കും? നമ്മൾ കർഷകർക്ക് വേണ്ടി, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മുതൽ വേണോ വേണ്ടയോ എന്നുള്ളത് മാത്രം. ഈ പട്ടിണി പാവങ്ങളുടെ ചെറുത്ത് നിൽക്കുന്നതും കർഷകരും കർഷക തൊഴിലാളികളുടെയും നാടി ഞരമ്പാണ്. അത് അറുത്ത് കളയുന്ന ഒരു രീതിയിലുള്ള ഒരു തീരുമാനം ചെന്നൈ കോടതിയിൽ വരില്ല. ചെന്നൈ കോടതിയിൽ വരുന്ന നിങ്ങൾ പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളുടെ കഴിഞ്ഞ മാസത്തെ അല്ല, നമ്മുടെ ആർഗ്യുമായിട്ട് അല്ല ഇന്നത്തെ വിഷയം. നമ്മളെ മെയിൻ ഒബ്ജക്ട് എന്താ? പ്രിൻസിപ്പൽ ബിസിനസ് എന്താ? ബിസിനസും പ്രൈമറി ഒബ്ജക്റ്റും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ നമുക്കൊക്കെ ബാങ്കിങ് ബിസിനസ് നടത്താൻ താല്പര്യം അല്ല. കേരളത്തിൽ ഒരു മിനിറ്റ് ഇവിടെ മിസ്റ്റർ ഹനീഫ, നമ്മൾ പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിൽ കാർഷികം എന്നൊരു വാക്കുള്ളത് കാരണം നമ്മുടെ പ്രവൃത്തിയിൽ അത് അന്വർത്ഥമാക്കുന്നില്ല. ഇപ്പം നമ്മുടെ മൊത്തം വായ്പകൾ നോക്കുകയാണെങ്കിൽ 2024 98,800 കോടിയാണ് നമ്മുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്. അതിൻ്റെ 10% മാത്രമേ കൃഷി വായ്പയുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ കൃഷി വായ്പ കൊടുക്കുന്നില്ല? കൃഷി വായ്പ കൊടുക്കാഞ്ഞിട്ടല്ല, കൃഷി വായ്പയ്ക്ക് ആൾക്കാർ വരുന്നില്ല. നമുക്ക് DBT ഉണ്ടേ തന്നെയും അത് കൃത്യമായി കുടിശ്ശിക വരുത്താതെ തിരിച്ചടയ്ക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നമുക്ക് കിട്ടുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു. വാണിജ്യ ബാങ്കുകൾ സ്വർണ്ണപ്പണയത്തിന്മേൽ ഒരു കരുതീർത്ത രസീത് മാത്രം കൊടുത്താൽ മതി. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഒന്നും നോക്കുകയല്ല. 2 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയത്തിന്മേൽ കാർഷിക വായ്പ കൊടുക്കുന്നു. 4% പലിശയുള്ളൂ. കേരളത്തിൽ 7,600-ൽ പരം വാണിജ്യ ബാങ്കുകളുടെ ശാഖകളുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന കാർഷിക സ്വർണ്ണപ്പണയത്തിന്മേലുള്ള വായ്പകൾ എത്രയാണ്? നമ്മളുടെ 10 മടങ്ങാണ്.
ഒന്ന്, ഓരോ വർഷം കഴിയും തോറും കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. രണ്ടാമത്, വാണിജ്യ ബാങ്കുകൾ ഈ കാർഷിക വായ്പകൾ 4% പലിശയ്ക്ക് നൽകുന്നു. നമ്മൾ സ്വന്തം ഫണ്ടിൽ നൽകുന്ന വായ്പകളാണേലും 7% കൊടുക്കുന്നു. സബ്വെൻഷൻ കിട്ടുമ്പോൾ മാത്രമാണ് വായ്പക്കാരൻ 3% കിട്ടുന്നത്. അന്നേരം കാർഷിക വായ്പയ്ക്ക് സാധ്യത ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘവും ഒരു കർഷകനും വായ്പ നിഷേധിക്കുന്നില്ല. അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് ക്ലബ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അത് ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയമല്ല. അത് കാർഷിക നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറഞ്ഞതല്ല. അനീഫ് സാർ, അതില് സാജു സാർ ചോദിച്ചൊരു റെലവെന്റ് ആയ ചോദ്യമുണ്ട്. ഈ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു സർവീസും കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു പേര് സ്വീകരിക്കേണ്ടതുണ്ട്? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ബിസിനസ്സിൽ യാതൊരു തരം മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, അദ്ദേഹം പേര് മാറ്റി ഇത്ര മാറ്റം ഉണ്ടായിട്ടില്ലെന്നല്ല. ഞാനിപ്പോ ഇത് ഷെയർ ചെയ്യാം. ഈ 9-ാം തീയതിയാണ് ഞങ്ങൾക്ക് നമ്മുടെ ബൈലോമെന്റ് ഓർഡർ കിട്ടിയത്. ഇന്നിപ്പോ 16-ാം തീയതിയാണ്. ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ ഡിപ്പോസിറ്റിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് 1,69,39,654 രൂപയാണ്. ഈ ഒരാഴ്ചയിലുള്ള ഡിപ്പോസിറ്റ്. നിങ്ങൾ പത്രത്തിൽ വന്നു, ഇത്രയും മാത്രം പ്രചരണങ്ങൾ വന്നു, ഇതിനെല്ലാം ശേഷമുള്ള ഇൻക്രീസ് ആണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യത എന്നല്ലാതെ ഇത് സൊസൈറ്റി ആയാലും അവരെ ബാധിക്കുന്ന വിഷയമല്ല, ബാങ്ക് ആയാലും അതിനെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് നാളെ പത്രത്തിൽ നിങ്ങൾ ഒരു RBI ഏതെങ്കിലും സൊസൈറ്റികൾ ഫൈൻ അടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞൊരു വാർത്തയാണ് പത്രത്തിൽ വരുന്നതെങ്കിൽ ഈ പ്രസ്ഥാനം മുഴുവൻ ഒഴുകിപ്പോവും. അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ട പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് മുന്നിൽ കാണാനുള്ള ഒരു ശക്തി ഹനീഫ സാറിനെ പോലെയുള്ള ആളുകള് അത് ആ ലീഡർഷിപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മളിത് ഒരുമിച്ച് വേണ്ടിയിരുന്നു ഇത് മാറ്റേണ്ടത്. ഗവൺമെന്റ് മുൻകൈ എടുത്ത എല്ലാ കോപ്പറേറ്റീവ്സ് പ്രൈമറി വാക്സിന്റെയും ബാങ്കിന്റെ പേര് സൊസൈറ്റി ആയിട്ട് മാറ്റേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അതിന് യുക്തമായുള്ള ഒരു കോമൺ നെയിം കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അതിലേക്കൊന്നും പോവാതെ, പക്ഷേ ഇതിന്റെ ഒരു അപകടം വലുതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ പേര് മാറ്റിയത്. അതെ, തീർച്ചയായിട്ടും സാജു സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാനിരിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ച് ഇപ്പം ഹനീഫ സാറ് പറഞ്ഞ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ADBകൾക്ക് ഇത് ബാധകമാണ്, നമുക്ക് ബാധകമല്ല എന്നാണ് ഹനീഫ സാർ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത്. ADBI അടക്കം നമ്മളെ ബാങ്കുകൾക്കൊക്കെ നാളെ ഈ പ്രശ്നം വരികയാണെങ്കിൽ ഇപ്പൊ സാജു സാർ പറഞ്ഞ പോലെ ഒരു കോമൺ ആയിട്ടുള്ള പേര് എല്ലാ സഹകരണ സംഘങ്ങൾക്കും ഗവൺമെന്റ് ഒരു പേര് കൊടുക്കുന്നു. ഒരു ഉദാഹരണത്തിന് ഒരു സമൃദ്ധിന്നോ അല്ലെങ്കിൽ എല്ലാ പേരിന്റെ കൂടെ ഒരു വാക്ക്, ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈ ഒരു മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്നുള്ളതാണ് സാജു സാർ പറഞ്ഞ ഒരു അഭിപ്രായം. അത് നല്ലൊരു അഭിപ്രായം നമ്മൾ പറയും. ഇതിലുള്ള ഒരു വിഷയം, പിന്നെ നമ്മൾ ഈ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കായിക സിറ്റി ബാങ്ക് സൊസൈറ്റി എന്നാക്കിയതുണ്ടോ, എന്റെ മക്രമ സർവീസ് ബാങ്ക് സൊസൈറ്റി എന്നക്കൊണ്ട് നമുക്കൊരു നഷ്ടമോ നിക്ഷേപം കുറയാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നുള്ള ഒരു നിലവിലുള്ള ഒരു പരിരക്ഷ, നമുക്കൊരു പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കൊണ്ട് എടുത്തു ചാടിയുള്ള അവിടെ ദുരൂഹത, ആരോ ബിജു സാർ പറഞ്ഞ ദുരൂഹത ഉണ്ട് അതിന് പിന്നില്. അത് ഞങ്ങൾ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്, പറയില്ല. ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്താണെന്ന് മാത്രം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു അക്കൗണ്ട്, നമ്മൾ നോട്ട് നിരോധന സമയം വന്നപ്പോ, അതെ നമ്മൾ കാണാതെ നോട്ട് നിരോധന സമയം വന്നപ്പോ IDBയിലെ ICICIയിൽ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പിന്നെ ഡിജിറ്റൽ കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്. നമ്മൾക്ക് ആകെ കുത്തുപാളെടുത്തിരുന്നില്ലേ? അപ്പൊ അതിന് രജിസ്റ്റാർഡ് അനുമതി ഉണ്ടായിരുന്നു, ചിലർക്ക് ഭാഗികമായ അനുമതി കൊടുത്തു. അപ്പൊ ബാങ്ക് എന്നുള്ളതുകൊണ്ടോ ചെക്ക് ക്ലിയറിംഗ് ഹൗസിലോ പിന്നെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ നമുക്ക് വിദേശത്ത് NRI അക്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് ബാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്ക് അതിന്റെ അനുമതി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, അത് ബാങ്ക് എന്ന പേര് എടുത്തു ചാടി മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിയമം നമുക്ക് എതിരെ വരികയാണെങ്കിൽ അപ്പ സ്വീകരിച്ചാൽ മതി. അതിന്റെ മുമ്പ് നിങ്ങൾ എന്തിനു സ്വീകരിക്കും? അതാണ് അത്. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ബാങ്ക് എന്ന് പേരിടാൻ ആരാ അനുമതി തന്നത്? കിട്ടിയത് കേരള സർക്കാർ 1960 ബാങ്ക് നിയമ ഭേദഗതിയിൽ സഹകരണ ബാങ്കുകൾക്ക് ബാങ്കിങ്ങിൽ എവിടെയും ബാങ്കിങ് ആക്ട് സ്റ്റേറ്റ് പർവ്യൂലുള്ളതല്ല, സെൻട്രൽ പർവ്യൂലുള്ളതാ. ഇപ്പോഴല്ല, മുമ്പേ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് നിയമപ്രകാരം, ഏത് ഓർഡർ പ്രകാരം നിങ്ങൾക്ക് ബാങ്ക് എന്ന പേര്, എനിക്ക് തോന്നുകയാണ് ഞാനൊരു തുടങ്ങിയിട്ട് ബാങ്ക് എന്ന പേരിടാം എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ, സാറാ തുടക്കം തന്നെ പറഞ്ഞ എന്താ, നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന, നിയമപാലനം നടപ്പാകുന്ന ഒരു രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ഏത് നിയമമാണ് നിങ്ങൾക്ക് ബാങ്ക് എന്ന പേരിടാൻ അനുമതി തന്നത്? പിന്നെ ഒരു കാര്യം കൂടി
കാള വെച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിന് കയറെടുക്കുന്നു, ഒരു നോട്ടീസ് കിട്ടിയാൽ പോരെ എന്നുള്ളതാണ്. ഈ ചോദ്യമാണ് 194N ഞാൻ ഉദ്ധരിക്കാൻ കാരണം. അത് 2019 ഒക്ടോബർ 1 ഓർഡർ ഇറങ്ങി. ഒക്ടോബർ 2 മാതൃഭൂമി പത്രത്തിൽ ഞാൻ പറഞ്ഞു ഇത് സംഘങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോ എന്നെ കൊല്ലാൻ ഓടി എല്ലാവരും. അന്ന് ഒരു വ്യവസ്ഥയും കൂടി ഉണ്ടായിരുന്നു ആ ബില്ലിൽ. അത് നിയമമല്ല, ആ ബില്ലിൽ ഒരു വ്യവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? അത് ഇതിന് വേണമെങ്കിൽ ഇതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എക്സംഷൻ കൊടുക്കാം. കർണാടകയിലെ റബ്ബർ കർഷകര് അവരുടെ റീറ്റെയിൽ ആൾക്കാർക്ക് ഈ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഇതിൽ എക്സെപ്ഷൻ തരണം എന്ന് പറഞ്ഞപ്പോ കൊടുത്തു. നമ്മള് അന്നത്തെ ഡിപ്പാർട്ട്മെന്റിനോട് ഉപദേശം കൊടുത്തു, ചാർട്ടേഡ് നമ്മൾ ചെയ്യുന്ന ബാങ്കിങ് ബിസിനസ് ആണ്, നമ്മൾ ഇത് ബാധിക്കുകയില്ല. അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഒരൊറ്റ ജില്ലാ ബാങ്കും, അന്ന് ജില്ലാ ബാങ്ക് ഉണ്ട്, ഒരൊറ്റ ജില്ലാ ബാങ്കും ടാക്സ് വാങ്ങിക്കില്ല. നമ്മളെല്ലാം കൈയടിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പൊ കാള വെച്ചു എന്ന് കേട്ടു കയറെടുക്കാത്തതിന്റെ കുഴപ്പം മനസ്സിലായോ? അല്ല, അതിലൊരു ഇടപെടലുണ്ടല്ലോ. 194N ഇങ്ങനെ പത്രപ്രസിദ്ധം തന്നെയാണ് ആദ്യം നമ്മളൊക്കെ സംഘടിപ്പിക്കാൻ തയ്യാറായി. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ പിന്നെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ കോടതി സ്റ്റേ വാങ്ങി. 194 ഇല്ല, ഞാൻ പറഞ്ഞത് ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഓരോ സംഘങ്ങളും പോയിട്ട് ആ പോയ സംഘങ്ങൾക്ക് സ്റ്റേ കിട്ടി, വ്യവഹാരം നടത്തി, സഹകരണ സംഘങ്ങളുടെ കുറെ ഫണ്ട് അങ്ങനെയും ചെലവഴിച്ചു. നേരത്തെ ഇത് തുടക്കം തന്നെ കാള പെറ്റ സമയത്ത് തന്നെ ഒരു റിക്വസ്റ്റ് പിന്നെ നമ്മൾ സെൻട്രലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്, സാധാരണക്കാർക്ക് ഇത്ര കൊടുക്കുന്നത്, നമ്മളുടെ വായ്പ നമ്മളുടെ ക്ഷേമ പ്രവർത്തനം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ വ്യവഹാരമില്ലാതെ ഇത് എക്സംഷൻ കിട്ടിയാനേ. അത് ചെയ്തില്ല. എന്നിട്ട് കേരള ബാങ്ക് നോട്ടീസ് അയച്ചു. എന്നിട്ട് സംഘങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ നമുക്കിതിൽ ഒരു ഓപ്ഷനും ഇല്ല, നിങ്ങൾക്ക് എക്സംഷൻ വേണമെങ്കിൽ ഓരോരുത്തരും കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു നമ്മൾ ഈ വ്യവഹാരം നടത്തി കോടതി? സാറ് കോടതിയിൽ പോയിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കോടതിയിൽ പോയിട്ട് വ്യവഹാരം നടത്തി കേരളത്തിലെ ഇൻകം ടാക്സിന്റെ കേസിൽ 14 വർഷമാണ് കേരളത്തിലെ സംഘങ്ങൾ കേസ് കൊടുത്ത്. എത്ര കോടി രൂപ? ഇന്ന് നമുക്ക് എന്താ പഴയ തറവാടിന്റെ കെട്ടും മട്ടുമേ ഉള്ളൂ. അടിത്തറ മുഴുവൻ ഒഴുകി ചെതലരിച്ച് മേൽഭാഗം വരെ വീഴാൻ തുടങ്ങി. എന്നിട്ടാണ് നമ്മൾ ഇരുന്നിട്ട് ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഈ 194N ഞാൻ പറഞ്ഞു തീർക്കാം. 194N വിഷയത്തിൽ നമ്മൾ ആ തനിച്ച സമയത്ത് തന്നെ നമ്മൾ സെക്രട്ടറി സെൻട്രൽ ഇടപെട്ടിട്ടുണ്ട്, സംഘടനകളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റില് 998 മുതൽ കേന്ദ്ര ഗവൺമെന്റില് ഫിനാൻസ് വകുപ്പുമായിട്ടും അന്നത്തെ കേന്ദ്ര വകുപ്പുമായിട്ട് നമ്മൾ ബന്ധം 194A ആയാലും 194 ഇപ്പൊ 194N 194N അണ്ടിൽ ഫോർ ഫർദർ ഓർഡേഴ്സ് ആണ്. അതിന് ആരും പോകേണ്ട ആവശ്യമില്ല. അണ്ടിൽ ഫോർ ഫർദർ ഓർഡേഴ്സ് സ്റ്റേ ആണ്. സ്റ്റേ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിധിയല്ലല്ലോ. അപ്പൊ നമ്മളത് നമ്മള് സെക്രട്ടറിമാർ സംഘടനയായിട്ടും ജീവനക്കാർ സംഘടന നിൽക്കും മാനേജ്മെന്റ് അസോസിയേഷൻ പോയതെന്ന് എനിക്കല്ല, ഗവൺമെന്റും സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അത് വേറെ വിഷയമാണ്. ഗവൺമെന്റ് എവിടെയും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞാൻ ഡൽഹി പോയത് ഇഷ്ടംപോലെ മന്ത്രിക്ക് റെപ്രസെന്റേറ്റീവ് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ബിജു സാറിന് ഞാൻ അയച്ചതാണ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നത് 2020 ജനുവരിയിലല്ലാതെ 2019 മാർച്ച് മുതൽ ഏപ്രിൽ മുതൽ നിലവിൽ വന്ന നിയമത്തിൽ 2020 ജനുവരിയിലല്ലാതെ ഒരു റെപ്രസെന്റേഷൻ കേരള സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് കോപ്പി അയച്ചോ? എന്റെ അടുത്തുണ്ട് കോപ്പി. എപ്പോഴാ കൊടുത്തതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിൽ ട്രേഡ് ഫെയർ നടക്കുമ്പോ അവിടെ പോയപ്പോഴാണ് ധനമന്ത്രിയെ കണ്ടിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ മന്ത്രി റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ റെപ്രസെന്റേഷൻ കൊടുത്താൽ ഇതൊക്കെ അനുവദിച്ച് കിട്ടുന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ നമ്മൾ ലാഗാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞു. അതിലെ ബിജു സാർ ബാങ്ക് എന്നുള്ള പദം അവിടെ സർക്കാർ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഒരു സർക്കാർ അതോറിറ്റിയാണ് ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ബാങ്ക് എന്നുള്ള പദം വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളെ വാദം. അത് സർക്കാരാണല്ലോ അനുവദിച്ചു തന്നത് ബാങ്ക് എന്നുള്ള പദം രജിസ്ട്രേഷൻ സമയത്ത്. അപ്പൊ അതേ സമയത്ത് എനിക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, കേരള ബാങ്ക് രൂപീകരണ സമയത്ത് നമ്മളെ ഈ 14 ഒരു ക്വസ്റ്റ്യൻസ് വന്നായിരുന്നല്ലോ. അന്ന് സർക്കാരിനോട് RBI പറഞ്ഞു ഇനി മുതൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സംഘങ്ങൾക്ക് എല്ലാ സംഘങ്ങളും ബാങ്ക് എന്നുള്ള പദം ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ.
പിന്നീട് അത് സംസാരിച്ച് ചർച്ച ചെയ്ത് ഇനി മുതൽ പാക്സുകൾക്ക് അല്ലെങ്കിൽ ഇനി രജിസ്ട്രേഷൻ സമയത്ത് ബാങ്ക് എന്നുള്ള പദ്ധതി നൽകില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനീഫ് സർ, അങ്ങനെയാണെങ്കിൽ ഈ പ്രിവിലേജ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് RBIക്ക് കൊടുത്തത്? RBIയുടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ സർക്കാർ വേണ്ടവരും വേണ്ടാത്തതിനൊക്കെ ഇടപെട്ടിട്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായ കുറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗവൺമെന്റ് അത്രയും പറയുന്നു, അതുണ്ട്, കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ സമയത്ത് ബിജു പർവത്ത് പറഞ്ഞ ഇടപെടാതെ ഞങ്ങൾ ജീവനക്കാർക്ക് ഒരു പരിമിതിയില്ലേ? മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റേർഡ് പാക്സ് ഉണ്ടല്ലോ, അവര് ഇതിന്റെ പ്രതികളുടെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് സന്ദർഭോചിതമായി ഈ പാവപ്പെട്ട ഈ സഹകരണ മേഖലയെ സംരക്ഷിക്കാനും അവർക്കൊരു താങ്ങായി ഒരു പിടിവള്ളായി പ്രവർത്തിക്കേണ്ട ആളുകൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കണം. ഞങ്ങൾ ജീവനക്കാരുടെ പ്രതിനിധിത്വം സംഘടനകൾക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ബിജു സാറ് പറഞ്ഞല്ലോ 194A അനുസരിച്ച് ഞാൻ എന്റെ കയ്യിൽ കേസുകളുടെ എണ്ണം പറയുന്നില്ല, കേട്ടങ്ങൾ കേട്ടോ, അത്രയധികം ബാങ്കുകളുടെ കേസുകളുണ്ട്, എല്ലാ സ്റ്റേയിലും. 194N അൺഡിഫോർ ഫർദർ ഓർഡേഴ്സ്. ഒരാളും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് റെഫറി ഒരു പൈസ തരണം, അവർക്ക് കേസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, ഒരു പൈസ തരണം. അൺഡിഫോർ ഫർദർ ഓർഡേഴ്സ് ആണ്. പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി ചെന്നൈ കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത്. ഞാൻ പറയുന്നു, നമ്മളൊക്കെ ജീവിച്ചിരിക്കണ്ടെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വിധി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ വന്നാല് അനീഫ് എന്ത് ചെയ്യും? അങ്ങനെ വന്നാല് സാഹചര്യമാണ്. ഞാൻ എന്റെ മജ്ജയും മാംസവും ഈ സഹകരണ പ്രസ്ഥാനം. ഈ ചെന്നൈ ഹൈക്കോടതിയിൽ നിന്ന് അനീഫ് സാർ പറഞ്ഞ 100% ശരിയാണ്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയും ഉണ്ടാവില്ല. കാരണം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഈ നിയമത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ബാധകമല്ല. പക്ഷെ നിങ്ങൾ ബാങ്ക് എന്ന് പ്രയോഗിച്ച് പ്രവർത്തിക്കരുത്, അതിന് സപ്പോർട്ട് കിട്ടില്ല. പാർലമെന്റിൽ ഏതൊരു ഫൈൻഡിങ്സ് ഉണ്ട്, പാർലമെന്റിൽ ഫൈൻഡിങ്സ് അത് ഞാൻ വായിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചില്ല. പാർലമെന്റ് ഫൈൻഡിങ്സ് 2020 ഭേദഗതി സമയത്ത് പറഞ്ഞതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട് ഓഫ് റീസൺസ് പറയുന്നുണ്ട്. The bill seeks, according to extent to the state cooperative bank, central cooperative bank, and the more important primary non-agricultural cooperative bank, certain provisions of the existing central laws which are relatable to banking. എന്നിട്ട് പറയുന്നുണ്ട്, agricultural credit societies have been excluded from the purview of the RBI Act and the Banking Regulations Act. Cooperative land mortgage banks also and any other cooperative society except in the manner and to the extent specified in Part 5 were also excluded. എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ബാങ്ക് എന്ന് പേര് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ അവിടെ എവിടെയെങ്കിലും ഇനി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിന്റെ ഈ നിയമത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഡറുകളിലോ വരുന്ന പോലെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ബ്രാക്കറ്റിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് എവിടെയെങ്കിലും ഈ പറഞ്ഞ വ്യവസ്ഥയിൽ നിങ്ങൾ കാണിച്ചു തരുമോ? നിങ്ങൾ പാക്സിന് ഇത് എക്സ്ക്ലൂഡഡ് ആണ്, അതിൽ തർക്കമില്ല. പക്ഷെ പാക്സിന് ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ല എന്നേ തർക്കമുള്ളൂ. അതെ തീർച്ചയായും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ഏകദേശം 1.5 മണിക്കൂറായി. ഇപ്പൊ ഏതായാലും ഈ ചർച്ചയുടെ ഒരു കാതലായിട്ടുള്ള കാര്യം, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പാക്സുകൾക്ക് എക്സംഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. അതെല്ലാവരും അടിവരയിട്ട് പറഞ്ഞു. അവിടെ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ക്വാളിഫയിങ് കണ്ടീഷൻ ആ സെക്ഷനിൽ പറയുന്ന അതിന്റെ ആ ഒരു നമുക്ക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു ക്വാളിഫയിങ് കണ്ടീഷൻ ആണ് ഈ ഡസ് നോട്ട് യൂസ് ദ വേർഡ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്നുള്ള വാക്ക്. ആ ഒരു ക്വാളിഫയിങ് കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കുന്നിടത്തോളം കാലം ഈ ബാങ്ക് എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആ സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പങ്കെടുത്ത ആളുകൾക്ക് പറയാൻ വേണ്ടി പറ്റി. അനീഫ് സാർ അതിന് പ്രതിരോധിക്കാൻ കൃത്യമായ രീതിയിൽ അദ്ദേഹം പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇതിലിപ്പോ ഞങ്ങള് നമ്മുടെ കാലിക്കറ്റ് നമ്മുടെ സർഫാസി ആക്ട് ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സർഫാസി ആക്ട് ബാധകമാണ് എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി വിധി വന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർസായി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. ഈ സർസായി രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ബാങ്കിന്റെ പേര് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തന്നെയാണ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ ആകെ നമ്മൾ കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയക്കും. അപ്പോൾ അവർ ബാങ്കിങ് ലൈസൻസ് ചോദിക്കും.
ഇതല്ല ഞങ്ങൾ സൊസൈറ്റി ആണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പേര് ബാങ്ക്. ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ബൈലോ അമെൻമെന്റ് കൊടുത്തതിന്റെ ഇതടക്കം നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് സർസായി രജിസ്ട്രേഷൻ കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഈ ബാങ്ക് എന്നുള്ള പേര് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാത്തവരൊക്കെയാണ് ചിലപ്പോൾ ബാങ്ക് ജോലിയാണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഉണ്ടാവും. അതല്ലാതെ പിന്നെ ചില ബാങ്കുകൾ നമ്മളുണ്ട് കോർപ്പറേഷൻ പോലും അവരുടെ പേരിലുണ്ടാക്കിയല്ല, കോപ്പറേറ്റീവ് ഒന്നും ഉണ്ടാക്കിയല്ല, ബാങ്ക് ആന വലുപ്പത്തിലുണ്ടാവും. അങ്ങനെയുള്ള അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാർക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ബാങ്കിലാണ് ജോലി എടുക്കുന്നതെന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലാണ് ജോലി എടുക്കുന്നത് പറയുന്നത് ആ ഒരു എന്തോ ഇത് തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. അതെ സാർ, കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ പ്രശ്നം. ശ്രീജിത്ത് സാർ ഒരു ഒറ്റ മിനിറ്റ്. പിന്നെ സാജു ജെയിംസ് സാർ പറഞ്ഞതിൽ ഒരു കാര്യം ഉൾക്കൊണ്ടു. ബാക്കിയും ചില കാര്യങ്ങൾ മൂപ്പര് വ്യക്തമാക്കേണ്ടതുണ്ട്, വ്യക്തമാക്കിയിട്ടില്ല. അത് പിന്നീട് നമ്മൾ വ്യക്തമാക്കാം. പക്ഷെ എന്റെ ഒരു എളിയ അഭിപ്രായം, എളിയ ക്വസ്റ്റ്യൻ, ഞാൻ എന്റെ ഗുരു തുല്യനായിട്ട് കാണുന്ന സഹകരണ മേഖലയിലെ കുലപതി എന്നറിയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ BP പിള്ള സാറോടുള്ള ഒരു ചോദ്യം. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഈ നിയമത്തിന്റെ ആധാരമായിക്കൊണ്ട് നമ്മളെ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേര് കാലിക്കറ്റ് സിറ്റി ബാങ്ക് മാറ്റിയതുപോലെ ഇത് ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് സഹകരണ സംഘങ്ങൾ പേര് മാറ്റണം എന്ന അഭിപ്രായം നമ്മുടെ ബഹുമാനായ പിന്നെ രക്ഷിതാവ് ഗുരുനാഥൻ ഗൈഡ് ഫിലോസഫർ ആയിട്ടുള്ള BP പിള്ള സാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? അതിന് ഉത്തരം നൽകാൻ നല്ലതാ. ഓക്കെ, വാക്കിൽ ഞാൻ പറയാമല്ലോ ശ്രീജിത്തെ. സാർ ഒരു മിനിറ്റ് കൊണ്ട് സാർ പറഞ്ഞു തീർക്കണം. ഓക്കെ, ഇവിടെ ഒരു നല്ല മൈൻഡ് സെറ്റ് ആണ് കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഉണ്ടാക്കിയത്. 2002 രജിസ്റ്റർ ചെയ്തൊരു ബാങ്ക് വെറും 22 വർഷം കൊണ്ട് 1600 കോടി രൂപ നിക്ഷേപമുണ്ടാക്കി. സഹാരികളുടെ മനസ്സിൽ വലിയൊരു മെസ്സേജാണ് ആ ബാങ്ക് എന്ന വാക്ക് പേരിൽ നിന്ന് നീക്കം ചെയ്തതിലൂടെ അവരിപ്പം നടത്തിയിരിക്കുന്നത്. അതായത് അനധിവിദൂര ഭാവിയിൽ കേരളത്തിലെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ സംഘമായിട്ട് മാറണം. ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ല. അതിന് അവരൊരു മാതൃകയാക്കിയത്. ഇപ്പം GM പറഞ്ഞല്ലോ, ഈ രജിസ്ട്രാറുടെ അനുമതി കിട്ടിയ ശേഷം അവരുടെ നിക്ഷേപത്തിൽ ഉണ്ടായ വർധനവ്, ആ വർധനവ് ഈ ഷോർട്ട് പീരീഡിൽ മാത്രമല്ല തുടർന്നും അവർക്ക് കാണും. അതവർ തെളിയിക്കാൻ പോവുകയാണ്. അതിലൂടെ കേരളത്തിലെ സഹാരികളുടെ ഒക്കെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ബാങ്ക് എന്ന വാക്കിന് ഒരു മാസ്മരിക ശക്തിയില്ല, ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. അത് കാലിക്കറ്റ് സിറ്റി ബാങ്കിനുണ്ട്, അത് മിസ്റ്റർ ഹനീഫയുടെ ബാങ്കിനുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ബാങ്ക് എന്ന വാക്ക് നീക്കം ചെയ്താൽ ഒരു കുഴപ്പവും സംഭവിക്കാം. ഒറ്റ കാര്യം എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത്, അതായത് കേരളത്തില് സഹകരണ മേഖല വലിയൊരു ക്രൂഷ്യൽ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു റീവാമ്പിംഗ് ആണ് നമ്മൾ ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മേഖലയിൽ നടത്തേണ്ടത്. അതിന് എൻ്റെ ഒരു ഒപ്പീനിയൻ, ഇപ്പോ നമ്മൾ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു ഷോർട്ട് പേരിൽ എല്ലാ പാക്സുകളും ഒരു ഷോർട്ട് പേരിൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിൽ ബ്രാൻഡ് ചെയ്യപ്പെടണം. ഇപ്പൊ സിറ്റി ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സിറ്റി ക്രെഡിറ്റ്സ് സൊസൈറ്റി എന്നുള്ള നമ്മളൊക്കെ ആ രീതിയിൽ ഇപ്പൊ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എങ്ങനെയാണോ കേരള ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത്, കേരളത്തിലെ എല്ലാ പ്രൈമറി ബാങ്കുകൾക്കും ഒരു സിറ്റി ക്രെഡിറ്റ്, മക്കരപ്പറമ്പ് ക്രെഡിറ്റ്സ് ആ രീതിയിൽ അതിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരു റീവാമ്പിംഗ് നടത്തി ഒരു ഇനീഷ്യേറ്റീവായി നമ്മൾ ഈ അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കി ഇനീഷ്യേറ്റീവായി വന്ന് ജനങ്ങൾക്കിടയിലേക്ക് കുറച്ചുകൂടി തിക്കായും സ്ട്രോങ് ആയും സഹകരണ മേഖല ക്രെഡിറ്റ് മേഖല മാറണം. അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഹനീഫ് സാറിനെ പോലുള്ള ആൾക്കാർ മുൻകൈ എടുത്ത് നടത്തണം. ഞാൻ അതിൽ പൂർണ്ണമായി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കൂടി ഞാൻ ഇതിന്റെ എൻഡിൽ അറിയിക്കുന്നു. ഏതായാലും അതിന് സർവ പിന്തുണ നൽകുകയാണ്. അഭിപ്രായം പറഞ്ഞു. എന്തായാലും വളരെ റെലവെന്റ് ആയിട്ടുള്ള ചർച്ച, ഇമ്പോർട്ടന്റ് ആയ ചർച്ച എല്ലാവരും വളരെ പങ്കെടുത്തു, വളരെ വാദങ്ങളും പറഞ്ഞു. എന്നിരുന്നാലും ഒരു കോമൺ ആയിട്ട് സർക്കാർ ഇടപെടേണ്ട സമയത്ത് ഒരു നിലപാട് പറഞ്ഞു. പല സമയത്തും അത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആക്ടിന്റെ ഒരു സെമി കോളൻ കൊണ്ട് നമുക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമാണ്. വെറും ഒരു സെമി കോളന് മുകളിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കാൻ പറ്റില്ല. കൂടുതൽ വ്യവഹാരങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് പകരം
നമുക്ക് ഒരു കൃത്യമായ ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടി വിശ്വാസ്യത ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് സഹകരണ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ആകത്തുക. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കോൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും സന്തോഷം, സ്നേഹം. താങ്ക് യു.